ആത്മാവിനെ പ്രാപിക്കുകയും ജഡത്തിൽ ആത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ആത്മീയരാണ്. ആമേൻ. ആത്മാവിനെ പ്രാപിക്കുകയും ആത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ജീവിക്കുന്നവൻ സ്വർഗീയനാണ്. ആമേൻ. അവസാനം പറഞ്ഞത് ആശ്രയിക്കുക എന്നല്ല, അവസാനം പറയുന്നത് ജീവിക്കുക എന്നാണ്. ഹല്ലേലൂയ. എൻ്റെ ബൈബിളുണ്ട്. ആമേൻ. ഈ നമ്മുടെ ബൈബിൾ എഴുതുന്നതിനേക്കാൾ അല്പം കൂടെ നേരിട്ടുള്ള ഹീബ്രു ട്രാൻസ്ലേഷനാണ്, ഗ്രീക്കിന്റെ ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ട് തന്നെ ചില വാക്കുകളൊക്കെ വ്യത്യസ്തമാണ്. ആത്മാവിനെ കൊണ്ട് ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിപ്പീൻ, എന്നാൽ നീ മരിക്കുമെന്നല്ല, എന്നാൽ നീ ജീവിക്കുമെന്ന്. ആമേൻ. നമ്മുടെ അകത്താരുണ്ട്? നമ്മുടെ അകത്താരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ചേർന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ വാ തുറക്കണം, കണ്ടോ? വാ തുറന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവിൽ കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. മേ ബി ജോലിയാകാം, ബിസിനസ് ആകാം, വീട്ടിലെ കറി അരിയുന്നു, മത്തി വെട്ടുന്നു, എന്തും ആകട്ടെ. ആമേൻ. കാരണം ഞാൻ ആരാണ്? ഞാൻ ആത്മാവിൽ ജീവിക്കുവാൻ ദൈവം, ആമേൻ, ഹല്ലേലൂയ, അവന്റെ രക്തം കൊണ്ട് വിളിച്ച് വേർതിരിച്ച്, ഹല്ലേലൂയ, അവന്റെ ആത്മാവിനെ നമ്മൾ ഉള്ളിലാക്കിയിരിക്കുകയാണ്. ക്രൂശിലെ യേശു ചൊരിഞ്ഞ രക്തം കൊണ്ട് എല്ലാം അവസാനിച്ചതല്ല, അവിടെ തുടങ്ങുമായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ആരംഭങ്ങൾ. യഥാർത്ഥ ക്രൈസ്റ്റ് ലൈഫ് ഒരു മനുഷ്യൻ ആത്മാവിനെ പ്രാപിക്കുന്നതിലൂടെ, ഹല്ലേലൂയ, യേശു എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ച് അതേ അനുഭവത്തിൽ അവനെ വിശ്വസിച്ചവർ ജീവിക്കേണ്ടതിന്, ആത്മാവിൽ ജീവിക്കേണ്ടതിന് ദൈവ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. ആമേൻ. യെരൂശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രം ജീവിച്ച യേശു കർത്താവിന് നമ്മളെ നോക്കി പറയാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുള്ള ആശയമാണ്, ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം വഴിയെ നടന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ. പക്ഷെ എൻ്റെ ആത്മാവിനാൽ, എൻ്റെ അതേ ആത്മാവിനാൽ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ഈ പ്രവൃത്തി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങ് അറ്റത്തെങ്കിലും പൊക്കോ, പോയില്ലെങ്കിലും പോയാലും ഹല്ലേലൂയ, പോയാൽ നല്ലത്. ഹല്ലേലൂയ. പക്ഷെ മുണ്ടക്കയത്തെങ്കിലും ആ യേശുവിന്റെ ജീവിതം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയണം. മുണ്ടക്കയത്തിന്റെ ഓരോ കുടുംബങ്ങളും യേശുവിന്റെ, ഹല്ലേലൂയ, ആ ജീവിത ശൈലിയെ അനുസ്മരിക്കാൻ കാരണമാകുന്ന, തിരിച്ചറിയാൻ കാരണമാകുന്ന ഒരു വാക്ക്, പ്രവർത്തനം, ആശയം, പ്രസംഗം, ശുശ്രൂഷ, ഹല്ലേലൂയ, നിങ്ങളുടെ ലൈഫിനകത്തുനിന്ന് തുടങ്ങണം. ഉണ്ടെന്നില്ലല്ലോ, എന്നോടെല്ലാം പിണങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പിണക്കങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാകാം. ഇത് പ്രസംഗം, ആത്മാവ് നിങ്ങളും തമ്മിലാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും തമ്മിലല്ല. ആമേൻ. ഇന്ന് പകല്, ഹല്ലേലൂയ, കരങ്ങൾ അടിച്ച് കർത്താവിനോട് പറ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന, എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ, ഹല്ലേലൂയ, ലൈഫിലെ നടപ്പ്, ഇരിപ്പ് എല്ലാം ആത്മാവിനാലാകട്ടെ. ഹല്ലേലൂയ. ഒരു പ്രശ്നം കയറി വരുമ്പോൾ ആ പ്രശ്നത്തിനായിട്ട് ചിന്തിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കയറി വരാം. ആമേൻ. പ്രതികൂലങ്ങൾ കയറി വരാം. ഹല്ലേലൂയ. പക്ഷെ ആ പ്രതികൂലത്തോട്, ആ പ്രതികൂലത്തിന് അനുകൂലമായ ഒരു വാക്ക് നിങ്ങൾ പറയാൻ പാടില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്തരം ശൂന്യമായ കസേരകൾ ഇവിടെ കിടക്കുമ്പോഴും അതിനോട് അനുകൂലമായ ഒരു വാക്കല്ല ഞാൻ പറയുന്നത്, ഒരു നിറവിന്റെ വാക്കാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം പ്രതിസന്ധികളുടെ നടുവിൽ നാം എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അഭിഷിക്തനെ താഴ്വരയിൽ കൊണ്ടുവന്ന്, ഹല്ലേലൂയ, അസ്ഥികൾ ചിതറിക്കടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ചുറ്റിച്ച് നടത്തിയിട്ട് ഒരു ചോദ്യം, ഇത് ജീവിക്കുമോ? ഹല്ലേലൂയ. ഇത് ജീവിക്കുമോ? ഹല്ലേലൂയ. ഇത് ജീവിക്കുമോ? ജീവിക്കുക എന്ന വാക്കുപോലും അല്ല പറയുന്നത്, സൈന്യമാകുക. ഹല്ലേലൂയ. സൈന്യമാകുക. അസ്ഥികൾ, ഹല്ലേലൂയ, ശരീരത്തിന്റെ കാലും കൈയും, ഹല്ലേലൂയ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിതറിക്കടക്കുന്നതിനെ നോക്കി പ്രവാചകനോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ വിശ്വാസത്തോടെ അതിനോട് സംസാരിക്കാൻ? ആമേൻ. നിനക്ക് മനസ്സുണ്ടോ അതിനോട് വിശ്വാസത്തോടെ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ചിലതിനെ ജീവിപ്പിക്കും. ആമേൻ. ആത്മാവിൽ ആ ദൂതനെ സ്വീകരിച്ചോണം. ഇന്ന് മരിച്ച മേഖലകളെ ദൈവം ആത്മാവിൽ ജീവിപ്പിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഏതേലും ശരീരത്തിന്റെ അവയവം
ഹല്ലേലൂയ, തളർന്നിരിക്കുന്നു, മരവിച്ചിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ വിട്ടുകളയുവോ? ഇല്ല. ആമേൻ. നമുക്ക് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നെങ്കിൽ ഇങ്ങനെ കൈവച്ച് കിടന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആരെങ്കിലും കുറച്ചു നേരം കയറി കിടന്നാൽ എന്തോ ആയിരിക്കും, കൈ അങ്ങ് മരച്ചു പോകും. കുറച്ചു നേരം നീ ഇരുന്നല്ലേ അങ്ങനെ ഇരിക്കുവോ? ഇല്ല, തല്ലിക്കുടഞ്ഞ് അല്ലെങ്കിൽ എന്തേലും ഒക്കെ ചെയ്ത്, ഒന്നെങ്കിൽ ആൾക്കാരെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ സ്വന്തം കൈയിട്ട് നിലത്തടിച്ച്, അല്ലെങ്കിൽ വിരലുകൾ ഇങ്ങനെ ഇട്ട് എത്രയും വേഗം അത് അത് ജീവനിലേക്ക് ആ അവയവത്തെ നിങ്ങൾ കൊണ്ടുവരും. ആമേൻ. ഇതേ ഉദ്യമമാണ് മരിച്ചിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ജീവനുള്ള നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. എത്രയും വേഗത്തിൽ അവര് ജീവനകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. നിന്റെ ലൈഫിനകത്ത് എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്തുകൊണ്ടിരിക്കാം. പ്രാർത്ഥന മാത്രമല്ല, സകല അറ്റംപ്റ്റുകളും. ആമേൻ. അല്ലേ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയില അല്ലേ അജു ബ്രദറെ? ഈ കൈയൊന്ന് മരവിച്ചു പോയി കഴിഞ്ഞാൽ അന്ന് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുവോ? നാളെ നോക്കാം, ഇന്ന് സമയമില്ല പറയോ? ഇല്ല. ഇത് കഴിഞ്ഞിട്ടേ കാപ്പി കുടിയുള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിപ്പുള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. ആമേൻ. വചനം പറയുന്നു, ഈ ദേശത്തുള്ളവർ സഭയുടെ അവയവങ്ങളാണ്, നമ്മുടെ അവയവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ മരിച്ചു തുടരാനല്ല, ജീവിച്ച് കർത്താവിനായി നിലനിൽക്കാൻ ഹല്ലേലൂയ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. ഇറങ്ങി നിൽക്കാനുള്ള മനോഭാവം ഉണ്ടായാൽ മതി. ചെയ്യുന്നത് കർത്താവാണ്. എങ്ങനെയെന്നുള്ളതിന് ഇവിടെ ഇല്ല. എങ്ങനെ എന്ന ചോദ്യത്തിന് ഇവിടെ അർത്ഥമില്ല. ഹല്ലേലൂയ. എങ്ങനെയും ചെയ്യാൻ. ഈ വിശ്വാസത്തിന് ധൈര്യം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആമേൻ. കാല് വെക്കാതെ ദൈവം പ്രവർത്തിക്കൂല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കാതെ. ഹല്ലേലൂയ. ഈ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ചിന്തിക്കാം. ചെങ്കടലിന്റെ മുമ്പിൽ മോശ നിന്ന് കരയുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും, ഇല്ലേ? ഹല്ലേലൂയ. കണ്ണടച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. കരയണമെന്ന് താല്പര്യം ഉണ്ടോട്ട് കരയുവാണോ? അല്ല. ഹല്ലേലൂയ. കരയിപ്പിക്കുക. എന്താ കരയിപ്പിക്കുന്നതിന്റെ കാരണം? മുമ്പിൽ നിൽക്കുന്നവര് പറയാ, പുറകെ എന്തുകൊണ്ട് വറവോൻ വരുന്നുണ്ട്. ഇത് ഞാൻ എന്റെ അകത്ത് വരുന്ന രീതിയിൽ അങ്ങ് പറയാം. ചെവി കൊടുക്കുക. വറവോൻ വരുന്നുണ്ട്, വറവോൻ വരുന്നുണ്ട്, വറവോൻ വരുന്നുണ്ട്. അപ്പൊ മുമ്പിൽ നിന്ന് പറയാം, മുമ്പിൽ വഴിയില്ല. നിൽക്കുന്നവര് ഇത് കൈമാറുന്ന അനുസരിച്ച് ഹല്ലേലൂയ മോശയുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുക. മോശയ്ക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. നേരെ ദൈവത്തോട് ചോദിക്കും. പറയാം, ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല നിനക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ചെയ്യാനുള്ളത് ചെയ്ത് നിന്റെ കൈ തന്നിട്ടുണ്ട്, ഇനി നീ പ്രവർത്തിക്കണം. ആമേൻ. നീ നിന്റെ കയ്യിലിരിക്കുന്ന വടി, ഹല്ലേലൂയ, നിന്നെ നാണം കെടുത്തിയ ഫറവോന്റെ മുമ്പിൽ അവനെ അതിശയം കൂറുമാറ് അവരുടെ മന്ത്രവാദികൾ ഉയർത്തിയ സർപ്പങ്ങളെ വിഴുങ്ങിയ ഒരു അധികാരത്തിന്റെ വടി നിന്റെ കരത്തിലുണ്ട്. ആമേൻ. ഒന്ന് കൈ ഒന്ന് ഉയർത്തി പറ, ഹല്ലേലൂയ. അധികാരമുള്ളവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ അധികാരം ഉണ്ടെന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ ഭാഗമാണെങ്കിൽ മിണ്ടാതിരുന്നാ മതി. അല്ല, ഹല്ലേലൂയ, ഞാൻ അധികാരിയാണ്. എന്റെ ചെറുവരിലെങ്കിലും സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവീയ അഭിഷേകത്തിന് വേണ്ടി, ക്രിസ്തു രാജ്യത്തിനും ക്രിസ്തു ജീവിതത്തിനും വേണ്ടി ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ കടന്നുറങ്ങരുത്. ആത്മാവിൽ ഒരുക്കമുള്ളവരായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്ക് ദൈവം പറയുമ്പോൾ മോശയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഇവരുടെ പിറുപിറുപ്പോ ഇവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കി നിന്നിട്ട് കാര്യമില്ല. അഭിഷേകം ഉപയോഗിച്ചേ പറ്റുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. വാക്ക് കേട്ടിട്ട് ദൈവം ഹല്ലേലൂയ ആ കയ്യിലിരിക്കുന്ന വടി മോശ എടുത്ത് ഉയർത്താൻ നേരത്ത് ഹല്ലേലൂയ എവിടെയോ അടിച്ചുപോയ കാറ്റ് ഓടി വന്ന് മോശനെ സഹായിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പകരം ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ആത്മാവിൽ നിൽക്കുന്നവൻ ആ കാറ്റിനേക്കാൾ ശക്തിയുള്ളവനാണ്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ആത്മാവിൽ ചെയ്യിക്കാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുക.
ഞാൻ ആ വാക്കിനെ ഹൃദയത്തിനകത്ത് എഴുതുന്നു. ഹല്ലേലൂയ. മരവിച്ചും മനം തകർന്ന് മ്ലാനമായിരിക്കുന്ന ഹൃദയത്തെ ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നു, ദൈവം നിനക്ക് അനുകൂലമാണ്. പ്രതികൂലം ഈ ലോകത്തിന്റെ എത്ര വലിയ ഉന്നതന്മാർ ഉയർന്നു നിന്നാലും ആ വിഷയത്തിനകത്ത് നിന്നെ തോൽപ്പിക്കാൻ ആ അവസ്ഥകൾക്കോ സാധ്യതകൾക്കോ ദുഷ്ടനോ ദുഷ്ടപിശാചികൾക്കോ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടിരിക്കണം. ആത്മാവിൽ കയറി വരണം, ആത്മാവിൽ കയറി വരണം. മിണ്ടാതിരിക്കരുത്, ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, മ്ലാനമായ ഒരു അവസ്ഥയോട് പ്രതികരിക്കേണ്ടത് മ്ലാനമായോ ഹല്ലേലൂയ പ്രയാസപ്പെട്ടുകൊണ്ടോ പ്രതികൂലപ്പെട്ടുകൊണ്ടോ അല്ല. ശൂന്യതകളെ നോക്കി ആത്മാവിൽ ദൈവം പണിയാൻ പോകുന്നു, ദൈവം ചെയ്യാൻ പോകുന്നു, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ തകരുന്നവനല്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ ഒടുങ്ങുന്നവനല്ല. അഭിഷേകത്തോടെ അവന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നവനാണ് ആത്മീയൻ. അതുകൊണ്ട് അഭിഷേകത്തിന് പറയാൻ, ഹല്ലേലൂയ, മാൻ ഓഫ് ഗോഡിന് പറയാനുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഈ താഴ്വരയിൽ കൊണ്ട് നിർത്തിയത് നീയാണ്, എന്നെ കൊണ്ട് പ്രവചിപ്പിക്കുന്നവന് നീയാണ്. ഞാൻ റെഡിയാണ്, ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. ശൂന്യമായി കിടന്ന ഹല്ലേലൂയ, ചിതറിക്കിടന്ന ഹല്ലേലൂയ ആ അവസ്ഥയെ സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തൊന്നും ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ആത്മകണ്ണുകൾ കൊണ്ട് കണ്ട് ആരാധിക്കണം. ഹല്ലേലൂയ. ഒഴിഞ്ഞ കസേരകളല്ല, ആത്മാവിൽ നൃത്തം ചെയ്യുന്ന ചിലരെ കണ്ടുകൊണ്ട് ഈ ശൂന്യതകളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ നിന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ നീ ഈ ദേശത്തിനൊരു ഭീഷണിയായി, ഈ ദേശത്തിന് ഏറ്റവും ഇണങ്ങിയ ദൈവത്തിന്റെ ആയുധമായി നീ ഉപയോഗിക്കപ്പെട്ടിരിക്കും. ഒന്ന് രണ്ട് നിമിഷങ്ങൾ അന്യഭാഷയിൽ ആത്മാവിൽ കയറി വരാം. ലീബ്രേറ്റിൽ ഈ ദൂതിനെ ആ അന്തരീക്ഷങ്ങൾക്കകത്തേക്ക് അയച്ചു പ്രാർത്ഥിക്കുക. ഈ ദൂതിനെ പട്ടണങ്ങൾക്കകത്തേക്ക് അയച്ചു പ്രാർത്ഥിക്കുക. ഈ ദൂതിനെ ദേശത്തിന്റെ നടുവിലേക്ക് അയച്ചു പ്രാർത്ഥിക്കുക. ജീവിക്കട്ടെ. അസ്ഥി പോലെ തകർന്നു പോയ ചിലത്, അസ്ഥിക്ക് അസ്ഥിയോട് വേർവിട്ടു പോയ ചിലത്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ ചിലത് യേശുവിന്റെ നാമത്തിൽ റീജോയിൻ ആകട്ടെ. ജീവിക്കട്ടെ അവര്. Shabra katala raba libra katolo roboshia brakasia libra kaulo brokono sibrete ridi labra kana baraba ഒരു ബിൽഡിംഗ്, ഒരു പുതിയ പണി പരിശുദ്ധാത്മാവിന് ചെയ്യാൻ അവസരം കൊടുക്കുന്ന അനുവാദമുള്ള മനസ്സുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. സ്വതന്ത്രം ചെയ്യുന്നവർക്കായി സ്വതന്ത്രം. ഹല്ലേലൂയ. ഇത് എൻഡ് ഓഫ് ദ ഏജിലാ, ഏറ്റവും അവസാനത്തെ മണിക്കൂറിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരുക്കമുള്ളവരാണോ? ഹല്ലേലൂയ. ഒരുക്കമുള്ളവരാണോ? ഹല്ലേലൂയ. വന്നിട്ട് ഒരുങ്ങാമെന്ന് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. കർത്താവോട് പോരുമ്പോ ഇൻഫർമേഷൻ ഒന്നും തരത്തൊന്നുമില്ല. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കാഹളനാദം കേൾക്കുമ്പോൾ മധ്യാകാശത്തിൽ അവനുമായി ഹല്ലേലൂയ സഭ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സുദിനമുണ്ട്. ഹല്ലേലൂയ. ഇതൊരു കെട്ടുകേൾവിക്കഥയല്ല. ഹല്ലേലൂയ. ഇതാണ് സത്യം. ലോകം കാണാൻ പോകുന്ന വലിയ സത്യങ്ങളിൽ ഒന്നാണ് യേശു കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. അവനെ പ്രതീക്ഷിച്ചിരുന്ന ലോകം കളിയാക്കിയവർ ഒരു ദിവസം ഹല്ലേലൂയ സുപ്രഭാതത്തിൽ വാർത്താ മാധ്യമങ്ങൾക്കകത്തൂടെ വരും. ഹല്ലേലൂയ. അവനെ പ്രതീക്ഷിച്ചവർ അവരുടെ കൂടെ കയറിപ്പോയി. ഹല്ലേലൂയ. അവന്റെ വരവിനെ പ്രതീക്ഷിക്കുന്നവരോട് ഞാൻ പറയുന്നു, ആത്മാവിൽ ഒരുങ്ങുക. ഹല്ലേലൂയ. ആത്മാവിൽ ഒരുങ്ങുക. ആത്മാവിൽ ഒരുങ്ങുക. യേശു കർത്താവിന്റെ വരവിന് മുമ്പ് ക്ഷാമങ്ങൾ ഉണ്ടാകും, യുദ്ധശ്രുതികൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും, വലിയ പേമാരികളും വലിയ പ്രയാസങ്ങളും ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ അറിയണം, ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഹല്ലേലൂയ. പഴയ നിയമ
പ്രവചനങ്ങൾക്കകത്ത് നിന്ന് പുതിയ നിയമത്തിൽ കാണുന്ന വെളിപ്പാടനുസരിച്ച് നമുക്കറിയാം, ഹല്ലേലൂയ, ഒരു ഗവൺമെന്റ്, ഒരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റിനകത്തേക്ക് ഈ സമൂഹം മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഈ വചനത്തിനകത്തൊരു പ്രവചന നിവൃത്തിയാണ്. ഇത് കേട്ട് പേടിക്കാനല്ല, മറിച്ച് ആരാധിക്കാൻ നമുക്ക് പറ്റും. കാരണം എന്തുവാ? അവൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അവൻ അധികാരത്തിൽ ഇരുന്നു കൊണ്ട്, ഹല്ലേലൂയ, അവന്റെ ദുഷ്ടചിന്ത പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കാഹളം നാദം ഉയരത്തിൽ കേൾക്കും. ഇത് കേട്ടിട്ട് ആത്മാവിൽ മിണ്ടാതിരിക്കുന്നവരെ, ഹല്ലേലൂയ, എനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾ ആത്മാവിൽ ഒരുങ്ങണം. ഹല്ലേലൂയ. ഞാൻ ഇത് എന്തിനാ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്നലകളിൽ നമുക്ക് ഒരു കാർഡുകളില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയെല്ലാം, ഹല്ലേലൂയ, നെറ്റിമേലും കൈത്തണ്ടിന്റെ മേലും മുദ്ര പഠിപ്പിച്ച്, ഹല്ലേലൂയ, അതിനകത്തെ ട്രാൻസാക്ഷൻ നടക്കുന്ന, അതിനകത്തെ എല്ലാം ആൾക്ക് തിരിച്ചറിയുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ തിരിയുമെന്ന് വചനത്തിനകത്ത് തെളിവ് കിടക്കുമ്പോൾ, ഇന്നിന്റെ ചിന്തകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്ക് ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗൂഗിൾ പേ പോലെ നമ്മള്, ഹല്ലേലൂയ, ഇന്ന് അയക്കുന്ന ആ ക്യാൻ കോഡുകൾ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇന്നലകളിൽ ഇങ്ങനെയല്ലായിരുന്നു. ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്, ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു ചിപ്പിന്റെ അകത്തേക്ക് നമ്മൾ, മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിനകത്തേക്ക് കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ കാര്യം വ്യക്തമാണ്, ഏറ്റവും ഏജിനകത്ത് നമ്മൾ വന്നു. ഇനി നമ്മൾ എത്രയും വേഗത്തിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ കാഹളനാദം കേൾക്കും. അതിന് മുമ്പുള്ള ഒരു സംഭവമുണ്ട്, അത് പറയാൻ വേണ്ടിയാ ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതിന് മുമ്പ്, ഹല്ലേലൂയ, ഒരു റിവൈവൽ നടത്തപ്പെടും. ലോകവ്യാപകമായ ഒരു ഉണർവ്, ഹല്ലേലൂയ, ആരംഭിക്കും. ഹല്ലേലൂയ. പണ്ട് മുതലേ കിടക്കുന്ന പ്രവചനങ്ങൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ആരംഭിക്കുന്നത് ഈ കൊച്ചു കേരളത്തിന്റെ, ഹല്ലേലൂയ, ആത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരെ കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നടന്ന ഉണർവുകൾ 1-2 വർഷങ്ങൾ കഴിഞ്ഞു തീർന്നുപോയി. ഹല്ലേലൂയ. പക്ഷെ ഇനി നടക്കാൻ പോകുന്ന ഉണർവിന്റെ പ്രത്യേകത തീരാനുള്ള ഉണർവല്ല, അത് തീരാതെ നിലനിൽക്കുന്ന. ഹല്ലേലൂയ. 3 കോടിയിലധികം ജനങ്ങളുള്ള കേരളത്തെ നിമിഷങ്ങൾ കൊണ്ട് തിരിക്കാൻ കഴിയുന്ന ഉണർവ്, ഹല്ലേലൂയ, ഉണർവുകൾ, ഹല്ലേലൂയ, ഉണർവുകൾ, ഹല്ലേലൂയ, കേരളത്തിൽ സംഭവിക്കും. അത് വേഗത്തിൽ സംഭവിക്കും. അത് വേഗത്തിൽ സംഭവിക്കും. പറഞ്ഞ അത് വേഗത്തിൽ സംഭവിക്കും. 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 അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ പല ഗ്രാമപ്രദേശങ്ങൾക്കകത്തും ആ അഗ്നി കത്തി തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. ഒരു കൂട്ടത്തെ തിരിക്കാൻ ദൈവം കണ്ടയാളാണ് നീ. ഹല്ലേലൂയ. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. സൂക്ഷിക്കേണ്ട ഭാഗം അതിലേക്ക് ഞാൻ ഓടിയെടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ നിന്നപ്പോ എന്നോട് സംസാരിച്ച 1-2 കാര്യമാണ്. ഹല്ലേലൂയ. ഈ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനോടെ അത് അനുഗ്രഹമായിരിക്കും. പൗലോസിന്റെ ഇതൊരു സഭയുടെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഒരു ആത്മാവിൽ തുടക്കത്തിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, പുതിയ ക്വാളിറ്റി സഭയ്ക്ക് വെളിപ്പെടാൻ പോകും. ഹല്ലേലൂയ. ആത്മാവിൽ കൈ ഉയർത്തി തിരിച്ച് ആരാധനയ്ക്ക് വന്നവരൊക്കെ ഇവിടെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ക്വാളിറ്റി സഭയ്ക്കകത്ത് ഉണ്ടാകാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ഐഡന്റിറ്റി തന്നെയാണ് സഭ. അതിന്റെ യഥാർത്ഥ ക്വാളിറ്റിയിലേക്ക് തിരിയണം. സഭ അതിന്റെ യഥാർത്ഥ സത്യത്തിലേക്ക് തിരിയണം. ഹല്ലേലൂയ. ഈ 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് എന്ന തൂണിന് അറിയാൻ വയ്യാത്ത കാര്യത്തെ പൗലോസ് തിരുത്തുന്നുണ്ട്. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ, ഹല്ലേലൂയ, ജനത്തിന്റെ തള്ളിക്കയറ്റം സഭയ്ക്കകത്തുണ്ടായി. അവൻ പറഞ്ഞ് സ്വീകരിക്കണം. ഒന്നുകൂടെ പറയാ, ഇതൊക്കെ ഞാൻ അറിഞ്ഞോണ്ട് വെച്ച് പറയല, ദൈവാത്മാവ് പറയിപ്പിക്കുക. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ, ഹല്ലേലൂയ, വലിയ തള്ളിക്കയറ്റം സഭയ്ക്കകത്തേക്ക് ഉണ്ടായി.
റൂമുകൾക്ക്, ബിൽഡിങ്ങുകൾക്ക് ഒതുക്കാൻ പറ്റാത്ത ആളുകളായി അവർ മാറ്റപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഞാൻ ആത്മാവിൽ ഇവിടെ ഇപ്പോഴുള്ള ദൂത് പറയാം. ഹല്ലേലൂയ. യേശു പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചിതറിപ്പോയി. പത്രോസ് ഉൾപ്പെടെ കളഞ്ഞ വള്ളവും വലയുമായിട്ട് പരിപാടിക്ക് തിരിച്ചിറങ്ങി. യേശു പുറകെ ചെന്ന് അവരെ പിടിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പിടിച്ചോണ്ട് വന്ന് ഹല്ലേലൂയ അവരെ പ്രാർത്ഥിക്കാൻ ഇരുത്തി. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞ് അവർ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇത് ദൈവാത്മാവിൽ സംഭവിക്കേണ്ടതാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. ഇങ്ങനെ ഒരു ഡ്രൈനസ് ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൂടെ നടത്തി പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതിനായിട്ടാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞവരെ പഠിപ്പിച്ചു. മാളികമുറിക്കകത്തോട്ട് കയറി 120 പേർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ശുശ്രൂഷയ്ക്കകത്തും പിടിച്ച് പുറകെ നടന്ന് വിളിച്ചിട്ട് 120 പേരെ കിട്ടിയുള്ളൂ. അവരൊരുമിച്ച് മാളിക റൂമിക്കകത്തേക്ക് കയറി. ഹല്ലേലൂയ. ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവിൽ പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ സംസാരിക്കാൻ തുടങ്ങി. ഒറ്റ പ്രസംഗം 3000 അകത്ത്. ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയതല്ല, എന്ത് സംഭവിച്ചതെന്ന് പറയാൻ തുടങ്ങിയതാ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, പ്രസംഗിക്കാൻ ആരംഭിച്ചതല്ല, അവരിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ മനുഷ്യൻ പറയാൻ ആഗ്രഹിച്ചപ്പോൾ 3000 അകത്ത് കയറി. കര അടിച്ച ദൂതിനെ സ്വീകരിച്ച് ഹല്ലേലൂയ ദൈവാത്മാവ് ചിലരെ തൊടാൻ പോവുകയാണ്. ദൈവാത്മാവ് ചിലരെ തൊടാൻ പോവുകയാണ്. ഒറ്റ പ്രസംഗം 3000 അകത്ത്. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രസംഗം 5000 അകത്ത്. ഹല്ലേലൂയ. ബിൽഡിങ്ങിന് ഒതുക്കാൻ കഴിയാത്ത, മാളിക മുറിയൊക്കെ താങ്ങാൻ കഴിയാത്ത ഒരു നിറവ് സഭയ്ക്കകത്ത്. ഒന്ന് പറ, ശൂന്യതയുടെ നടുവിലാണ് ഈ ദൂത് നിങ്ങൾ കേൾക്കേണ്ടത്. ഇല്ലായ്മയുടെ നടുവിലാണ് ഈ ദൂത് നിങ്ങൾ കേൾക്കേണ്ടത്. പ്രശ്നത്തിന്റെ സമയത്താണ് ഈ ദൂത് കേൾക്കേണ്ടത്. ഇങ്ങനെ തീരുമെന്നല്ല, ഇതിനൊരു മറുപുറമുണ്ട്. ഇതിനൊരു മറുപുറമുണ്ട്. ഇതിനൊരു മറുപുറമുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത സഭയുടെ മേല് ക്വാളിറ്റി ദൈവം വരുത്താൻ പോവുകയാണ്. ഈ യവനന്മാരും യഹൂദന്മാരും ഒരുമിച്ച് സഭയ്ക്കകത്തേക്ക് കയറുമ്പോ എങ്ങനെയെന്ന് ഇവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. പഴയ പ്രമാണങ്ങൾ വെച്ച് അവരോട് പറയാ, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം. നോ 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 നോ. ഹല്ലേലൂയ. അങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ പൗലോസ് പറയുക, നിന്റെ അകത്ത് സുവിശേഷത്തിന്റെ സത്യമില്ല. ആമേൻ. നിന്റെ അകത്ത് പരിമിതികൾ ഇടുന്നു. ഹല്ലേലൂയ. തടയാൻ നീ തയ്യാറാകരുത്. ഇത് ഹല്ലേലൂയ അധികമായി വർദ്ധിക്കാൻ പോവുക. യെരൂശലേം സഭയ്ക്ക് പറ്റിയ പരാജയം, ഹല്ലേലൂയ, അത് ഉണർവിന്റെ സഭയായിരുന്നു. ഹല്ലേലൂയ. ജനം തള്ളിക്കേറിയ സഭയായിരുന്നു. പക്ഷേ ആത്മാവിൽ ഒതുങ്ങിയെന്ന് വെച്ച് ദൈവം പിന്മാറിയില്ല. അടുത്ത സഭയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, ആരാധിക്കുന്നവരുണ്ടായിരുന്നു, അവിടെ ഹല്ലേലൂയ ഉപവസിക്കുന്നവരുണ്ടായിരുന്നു. എന്ന് പകൽ ആത്മാവിന്റെ ഒരു തീരുമാനം എടുക്കുക. ഹല്ലേലൂയ. സഭയായി ഉപവസിക്കും. സഭയായി ദൈവ നിയോഗങ്ങൾക്കകത്ത് കയറും. സഭയായി ദൈവ നിയോഗത്തിൽ കയറും. ദൈവം പറയുന്നത് എന്താണോ അതാണ് എൻ്റെ ലൈഫ്. അങ്ങനെ തയ്യാറായപ്പോൾ അടുത്ത ദൈവീയ സഭകളെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവാത്മാവ് ഇന്ന് സഭയോട് ആലോചന പറയുന്നു, ഒതുങ്ങാനല്ല, വികസിക്കാൻ പോവുക. തീരാൻ പോവുകയല്ല, വളരാൻ പോവുകയാണ്. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. സഭ ഒരു ക്വാളിറ്റിക്കകത്തേക്ക് കയറുക. 1-ാം നൂറ്റാണ്ടിൽ പകുതിയിൽ കൂടുതൽ യഹൂദന്മാര് യെരൂശലേമിൽ പാർക്കുന്ന, പാലസ്തീനിൽ യെരൂശലേമിനോട് ചേർന്ന് കിടക്കുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാര് സഭയിലേക്ക് തിരിഞ്ഞു. ഞാൻ യെരൂശലേമിന്റെ കാര്യമല്ല, ഇവിടുത്തെ കാര്യം പറയുന്നത്, ഓരോ പേര് പറയുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പകുതിയിൽ കൂടുതൽ ആൾക്കാർ തിരിഞ്ഞു. മുമ്പിലുള്ള സംഭവം എന്താ? ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? ഒരുമിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, ഒരുമിച്ച് യേശുവിനെ ക്രൂശിക്കുന്നു. ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നു.
ഈ ചില ദിവസങ്ങൾക്ക് 50 ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സംഭവങ്ങൾ ഇതാ തീർന്നെന്നാണ് അവർ വിചാരിച്ചത്. ഹല്ലേലൂയ. യഹൂദ മതം തീരുമാനിച്ചത് ഇവര് തീർന്നെന്നാണ്. അത് റോമൻ ഗവൺമെന്റ് വിചാരിച്ചത് ഇവര് തീർന്നെന്നാണ്. പക്ഷെ മാളികമുറിയിൽ കയറിയത് ആരും അറിഞ്ഞില്ല. മരിച്ചു എന്ന് മരിച്ചിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം കൊണ്ട് അറിയിച്ചപ്പോ പറഞ്ഞു, ഇനി അവനെ കുറിച്ച് മിണ്ടരുത്, ഈ വിഷയം ഇനി മിണ്ടരുത്. എല്ലാവരും മൗനമായപ്പോൾ, അഥവാ 4 പടയാളികൾ ഓടിച്ചെന്ന് യഹൂദ മതത്തോടും സാമ്രാജ്യത്തോടും സംസാരിച്ചു. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വിവരം പോയി പറയുമ്പോൾ ഇനി ഇത് ആരോടും മിണ്ടരുത്, തീർന്നു, ഷട്ടറിട്ടെന്നാ വിചാരിച്ച. ഇല്ല, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റവൻ ഹല്ലേലൂയ സഭയെ ഉറപ്പിച്ചു. ഓ ആമേൻ. ഉയർത്തെഴുന്നേറ്റവൻ ഹല്ലേലൂയ തന്റെ കൂടെ കൂടിയവരെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇത് ആത്മാവിൽ ഞാൻ പറയുന്നു, ഇതിന്റെ പിന്നിലൊരു വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർന്ന് ഇത് ഈ അനുഭവങ്ങൾ, ഈ ശുശ്രൂഷകൾ, ഈ പ്രസംഗങ്ങൾ, ഈ അത്ഭുതങ്ങൾ, ഈ അടയാളങ്ങൾ, ഹല്ലേലൂയ, യഹൂദ മതത്തിന് വിരോധമായി യേശുവിനെ പിൻപറ്റുന്നവർ സംസാരിക്കുന്ന വാക്കുകൾ തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ സമൂഹം ഒരുങ്ങുമ്പോൾ ദൈവത്തിന് പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ പിന്നിലുള്ള അവതരണം, ഇതൊരു വ്യക്തമായ പ്ലാനിന്റെ ഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ. സഭ വളരാൻ തുടങ്ങി. സഭയ്ക്കകത്ത് ഒന്ന് ആത്മാവിൽ പറഞ്ഞ സഭ വളരാൻ തുടങ്ങിയപ്പോൾ ദൈവം സഭയ്ക്കകത്ത് ക്വാളിറ്റി ഉള്ള ചിലതിനെ പുറത്തെടുത്തു. ആമേൻ. ഹല്ലേലൂയ. പിന്നീടാണ് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്കകത്തേക്ക് കയറി വരുന്നത്. ഈ ആത്മമനുഷ്യന്റെ എഴുത്തുകൾ തന്റെ പ്രസംഗങ്ങളേക്കാൾ കാമ്പുള്ളതായിരുന്നു. ഹല്ലേലൂയ. തന്റെ പ്രസംഗങ്ങളാൽ ദേശത്തെ ഇളക്കിയതിനേക്കാൾ കൂടുതൽ ദൈവം സഭകളെ ഇളക്കി മറിച്ച തന്റെ ലേഖനങ്ങൾ അന്നും ഇന്നും ഒരുപോലെ പ്രയോജനമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷകൾക്കകത്ത്, പൗലോസിന്റെ ശുശ്രൂഷകൾക്കകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ശക്തിയുള്ള ഇടപെടലിൽ ഒന്നാണ് തന്റെ ലേഖനങ്ങൾ. ആ ലേഖനത്തിന് മുമ്പ് താൻ ഏതൊക്കെ പട്ടണങ്ങളിൽ ചെന്നിട്ടുണ്ടോ ആ പട്ടണങ്ങൾ മുഴുവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. എന്ന് പറ, ദൈവത്തിലേക്ക് തിരിഞ്ഞു. പറ, ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ഒരാൾ തിരിഞ്ഞാലും റിസൾട്ട് ഉണ്ട്. 2-3 പ്രാവശ്യങ്ങളിലായി യഹൂദ മതത്തിലെ ഹല്ലേലൂയ മതസാരികൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ യെരൂശലേമിനെ കലക്കി. നിങ്ങൾ പറയുന്ന ഉപദേശത്താൽ യെരൂശലേമിനകത്തൊരു കലക്കമുണ്ടായി. ആമേൻ. തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഒരു സമൂഹം മുഴുവൻ ആ വിശ്വാസത്തിലേക്ക് ദൈവം തിരിച്ചെങ്കിൽ, ഇന്ന് പകരം ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തീരുക അല്ല, തുടങ്ങാൻ പോവുക. കണ്ണടച്ച ദൂതിനെ സ്വീകരിച്ചോണം. ചിലത്തിന്റെ കെട്ട് ദൈവം പൊട്ടിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലർ അകത്ത് വന്നിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലരെ ദൈവം നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കും. നിങ്ങളെ ദൈവം ചിലരെ തേടിയെത്തും. അതിന്റെ റിസൾട്ടാണ് മുണ്ടക്കയത്ത് മറ്റ് ചർച്ചിലുള്ളവർ എന്നെ ശുശ്രൂഷിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞേക്കാണ്. ഹല്ലേലൂയ. പരിശുദ്ധ സഭയ്ക്കകത്തല്ല, വീട്ടിനകത്ത് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം ഒരു ഇളക്കം നടക്കാൻ പോകും. ഞാൻ ഈ കേൾക്കുന്നതും കാണുന്നതും സംഭവിക്കുന്നതിനൊക്കെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു എഫക്റ്റ് ഉണ്ടാകും. ആമേൻ. ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. പൗലോസിന്റെ ലേഖനങ്ങൾക്കകത്ത് മുഹവരെ ഗ്രീറ്റ് ചെയ്തതിനു ശേഷം തന്റെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഒരു ഏടെടുത്ത് വെക്കാറുണ്ട്. അത് ഒട്ടുമിക്ക എല്ലാ ലേഖനങ്ങൾ താർക്കികമായി എഴുതിയ ഗലാത്യ ലേഖനം അല്ലാത്ത എല്ലാ ലേഖനത്തിനകത്തും തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഭാഗം ചേർത്ത് വെക്കാറുണ്ട്. അജി ബ്രദർ കേൾക്കുന്നോ? ആ പ്രാർത്ഥന താൻ ഇടവിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണോ? പൗലോസ് പറയുന്ന ഇടവിടാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയറുള്ളു. ഇച്ചിരി വാക്ക് നമ്മൾ മാറ്റിപ്പിടിക്കേണ്ടി വരും.
നമുക്കെന്താ ഉള്ളത്? ഇടയ്ക്കിടയ്ക്കാണ് പ്രാർത്ഥന. പൗലോസ് പറയാണ്, ഇടവിടാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഇതിൽ ഒന്ന് രണ്ട് കാര്യം പറയാണ്. റോമിലെ സഭയെ നോക്കി പറഞ്ഞത്, നിങ്ങളുടെ അകത്ത് ഭയങ്കര വിശ്വാസവും. കണ്ടിട്ടില്ല, അവരെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. കേട്ട ഭാഗം ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കാൻ, അങ്ങോട്ട് പോകാൻ താൻ തയ്യാറാകുന്നതിന്റെ പിന്നിലെ കാര്യം ഭയങ്കര വിശ്വാസവും. സഭയ്ക്കകത്ത് വിശ്വാസം ഉണ്ടാകണം. ആമേൻ. വിശ്വാസമുള്ള സഭയ്ക്കകത്ത് ചിലത് ആരംഭിക്കും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. അത് പാസ്റ്റർ പറയുമ്പോൾ അല്ല, അതൊരു വിശ്വാസിയാണെങ്കിലും വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ അത് സംഭവിക്കും. ഒരു കാര്യം ഇവിടെ പറയാം. ഭാഗ്യം ആദ്യ ഭാഗങ്ങളിലൊക്കെ വിശ്വാസി എന്ന പേര് കാണാൻ പറ്റും. പിന്നെ വിശ്വാസി എന്ന പേര് കാണാൻ പറ്റത്തില്ല, ശിഷ്യന്മാരെന്ന് കാണാൻ പറ്റും. വിശ്വാസികളെയാണ്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി അവസാനം. പിന്നെ ക്രിസ്ത്യാനികൾ എന്ന് പലരെയും പറയുന്നുണ്ട്. ഗ്രേറ്റ് നിയോഗം യേശു കർത്താവ് മത്തായി സുവിശേഷം അവസാനം മഹാനിയോഗത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആകയാൽ പിതാവിന്റെയും പുത്രന്റെയും, എന്നോട് ചേർന്ന് പറ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സ്നാനം കഴിപ്പിച്ചു അവരെ വിശ്വാസികളാക്കി തീർക്കുവീൻ. അങ്ങനെയാണ്. ഈ വിശ്വാസികളല്ല, ശിഷ്യന്മാരാക്കി തീർക്കുവീൻ. വിശ്വാസികളെ വേണ്ട കർത്താവിന്, ശിഷ്യന്മാരെയാണ് വേണ്ടത്. ആമേൻ. വിശ്വാസികൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന, ശിഷ്യന്മാര് ദൈവരാജ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ശിഷ്യന്മാരെ കുറിച്ച് യേശു കർത്താവ് പറയുന്നത്, തന്നെത്താൻ ത്യജിച്ച് അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ണന്മാരായി വിളിക്കപ്പെട്ടവരാ. അവരുടെ നീഡ്സ് അല്ല, അവരുടെ പിന്നിലെ ചിന്ത മുഴുവൻ, മുൻപിലെ ചിന്ത മുതൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വേണ്ടെന്നുള്ളതല്ല. അവർക്കുള്ളതെല്ലാം തന്നെ വെളിപ്പെട്ടോളും. പറ, തന്നെ വെളിപ്പെട്ടോളും. പറ, തന്നെ വെളിപ്പെട്ടു. പറയുന്നില്ലല്ലോ. ഇപ്പോഴും ആരോണ്ട് ഇങ്ങനെ കണ്ണു വീഴ്ചിരിക്കുകയാണ്. പറ, തന്നെ വെളിപ്പെട്ടോളും. വിശ്വാസികളായി തീരാതെ, ഒരു സാധാരണ അവസ്ഥയിൽ തുടരാതെ, വിശ്വാസികളിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് വളരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാരമ്പര്യം നോക്കിയാൽ, പഴക്കം നോക്കിയാൽ, ആമേൻ, വിശ്വാസത്തിൽ വളർന്ന് ശിഷ്യത്വത്തിൽ പ്രാപിച്ച് ഒത്തിരി ചെയ്യേണ്ട സമയമായി. എങ്കിൽ ഇപ്പോഴും എന്തുവാ, ഹോർലിക്സ് അല്ലല്ലോ, പിള്ളേർക്ക് കഴിക്കുന്ന ആ ചെറിയ സംഭവം കഴിച്ചോണ്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുക. കട്ടിയുള്ള ആഹാരം ആത്മാവിൽ സ്വീകരിപ്പാൻ ആത്മാവ് നിങ്ങൾക്ക് പക്വത നൽകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശ ജനിപ്പിക്കുകയാണ്. അതിപ്രധാനമുള്ള വിശ്വാസമുള്ള സഭയായിരുന്നു. ഞാൻ പെട്ടെന്ന് വേഗത്തിൽ പറഞ്ഞു വിടാം. ഇത് പറയണമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ചും വിശ്വാസത്തെയും വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ച് കേൾപ്പിച്ച് ഞാൻ വികാരങ്ങൾ. അവരുടെ അകത്ത് എന്തുണ്ടായിരുന്നു? സ്നേഹവും എന്തുണ്ടായിരുന്നു? സ്നേഹവും ഉണ്ടായിരുന്നു, വിശ്വാസവും. സഭയെ നോക്കി പറയുന്നത് കൂടി പറയുന്നത്. ഫിലിപ്പിയ സഭയെ നോക്കി പറയുന്ന ഇതാണ്: സുവിശേഷ വേദനയും കൂട്ടായ്മ. ആമേൻ. പൗലോസ് റോമൻ കാരാഗൃഹത്തിന്റെ അവസാന നിമിഷം തനിക്ക് ഒരുപാട് സഭകളുടെ പേരെടുത്ത് പറയാൻ സമ്പത്തുള്ള, സാഹചര്യമുള്ള, ഈ വീടുകളുള്ള വ്യക്തികൾ. പക്ഷെ പോകാൻ ആഗ്രഹിച്ച സ്ഥലം ഫിലിപ്പിയ ദേശത്തിന്റെ സഭയിലേക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവര് കൂട്ടായ്മയുണ്ട്. വേലയിൽ കൂട്ടായ്മ. അവൻ ഓടിച്ചു വരുമ്പോഴ ദേശം. അവൻ കൂട്ടായ്മയുള്ള സഭ. സ്വന്തം കാര്യം, സ്വന്തം കുഞ്ഞുങ്ങൾ, സ്വന്തം കുടുംബം, അത് മാത്രമല്ല അതിനേക്കാൾ മുമ്പ് സുവിശേഷ വേലയെ കുറിച്ചുള്ള രീതികൾ, ആത്മഭാരം, ദേശത്തെ ജനം രക്ഷിക്കപ്പെടണമെന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത രീതി വിശ്വാസികളുടെ അകത്ത് തീയായിരുന്നു. അവൻ സ്വന്തം ദേശങ്ങളെ മാത്രമല്ല ആത്മാവിൽ പ്രാർത്ഥനയിൽ പുറത്തിറക്കാൻ
മറ്റ് സഭകൾക്ക് കരുത്തായി മാറിയ ഒരു സഭയായിരുന്നു. അത് സമ്പത്ത് ഉപയോഗിച്ചും സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഉപയോഗിക്കാൻ തനിക്കുള്ളത്, തങ്ങൾക്കുള്ളത് ആരോഗ്യവും സമ്പത്തും ആത്മാവിന്റെ അഭിഷേകവും പ്രാർത്ഥനയും സ്വന്തമായി ഇറങ്ങി നിൽക്കാനുള്ള ആഗ്രഹമുള്ള വ്യക്തികളായിരുന്നു ഹല്ലേലൂയ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ മടങ്ങി എങ്ങോട്ടേലും പോകാൻ ആഗ്രഹിച്ചാൽ അങ്ങോട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ ക്വാളിറ്റി സഭയ്ക്കകത്തുണ്ടായിരിക്കണം. സ്നേഹം, വിശ്വാസം, സുവിശേഷ വേലയിൽ കൂട്ടായ്മ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. വ്യക്തിപരമായ ഒരാൾക്ക് ലേഖനം കുറിക്കുമ്പോൾ അവിടെ ഈ വാക്ക് കുറിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ വലിയ സന്തോഷം. വേദനയുണ്ട്. വേദന എന്ന് പറയുന്നത് ഇനിയും കർത്താവിനായി പ്രയോജനപ്പെടും. ഇനിയും നിന്നെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് തുല്യചിത്തരായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട്, ദിവസത്തെ കുറിച്ചാണ് തുല്യചിത്തരായി കണ്ടിരിക്കുന്നത് കൊണ്ട്, എന്റെ കൂടെ നടന്ന ഒത്തിരി പേരുണ്ടെങ്കിലും അവരെ പോലെ അല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് പകരം ആത്മാവിൽ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. പൗലോസിന്റെ ലൈഫിലെ ഏറ്റവും മോശമായി എന്ന് ചിന്തിക്കുന്ന ഒരവസരത്തിൽ തിമോത്തിയോസിനെ കൂട്ടുകിട്ടുന്നത് എവിടെയാണ്? രണ്ടാം മിഷണറി യാത്രയുടെ തുടക്കം. ഹല്ലേലൂയ. ബർന്നബാസ് വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയെന്നറിയാം, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. മേൻ നമ്മുടെ ഇന്നത്തെ ചിന്താഗതി, ചിലരുടെ ചിന്താഗതി അങ്ങനെയാ, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ഹല്ലേലൂയ. അകത്ത് അഭിഷേകമുണ്ട്, അകത്ത് വചനമുണ്ട്, അകത്ത് വചന വെളിപ്പാടുണ്ട്, പ്രാർത്ഥിച്ച വിടുതലുണ്ട്. പക്ഷെ ദൈവ നിയോഗം എങ്ങോട്ടാണെന്ന് അറിയുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഒന്നാം മിഷണറി യാത്രയിൽ ഏഷ്യയിലെ സ്ഥലങ്ങൾ സഞ്ചരിച്ച് ദൈവം അഭിഷിക്തന്മാരിലൂടെ പുറത്തെടുത്ത സഭകളുടെ മേൽ വീണ്ടും പ്രാർത്ഥനയോടെ ശുശ്രൂഷയോടെ യാത്ര ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, അങ്ങോട്ട് പോകണ്ട. യേശുവിന്റെ ആത്മാവ് അവരെ തടഞ്ഞു. ഹല്ലേലൂയ. പോകണ്ടെന്നുള്ള കാര്യം കൃത്യമായി, എങ്ങോട്ട് പോകണമെന്ന് ആൾ കൃത്യമായി വെളിപ്പെടുന്നില്ല. ക്രേത്ത ദ്വീപിലേക്ക് ബർന്നബാസ് പോയി. ക്രേത്ത ഉണർവിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായ അറിവ് ബർന്നബാസിന് കിട്ടി, പൗലോസിന് കിട്ടുന്നില്ല. ആ കാലഘട്ടത്തിൽ ഒന്നാണ് ഹല്ലേലൂയ തിമോത്തിയോസിനെ തന്റെ കയ്യിൽ കിട്ടിയത്. ഹല്ലേലൂയ. തന്റെ മോശ സമയത്ത്, തന്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രയാസപ്പെട്ട സമയത്ത്, ഹല്ലേലൂയ, മൂന്നാം സ്വർഗത്തോളം ചില ദിവസങ്ങൾക്ക് മുമ്പ് കയറി ചെന്ന മനുഷ്യനാണ് ദൈവനിയോഗം കിട്ടാതെ ഹല്ലേലൂയ ബർന്നബാസ് മാറിപ്പോകുന്ന സമയങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നത്. കൃത്യം ഞാൻ ആത്മാവിലൊരു ദൂത് സഭയോട് പറയാം, മോശ സമയങ്ങൾക്കകത്ത് ഏറ്റവും വലുത് പ്രതീക്ഷിച്ചോ. ഹല്ലേലൂയ. താൻ ഏറ്റവും നന്നായി പ്രസംഗിച്ച സമയം, താൻ സുവിശേഷ വേലയിൽ ഏറ്റവും നന്നായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, തന്റെ ശുശ്രൂഷയുടെ പ്രവൃത്തി കണ്ടിട്ട്, തന്റെ ടീച്ചിങ്ങിന്റെ ബലം കണ്ടിട്ട്, താൻ പ്രാപിച്ചെടുത്ത ദൈവ നിയോഗത്തിന്റെ വെളിപ്പുള്ള കാമ്പുള്ള വെളിപ്പാട് കണ്ടിട്ട് തന്റെ കൂടെ കൂടിയ സഹോദരന്മാരെക്കാൾ ഹല്ലേലൂയ തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് കിട്ടിയ കൂട്ടാണ് തിമോത്തിയോസ്. ഞാനൊരു ദൂത് കൃത്യമായി വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ മോശ സമയത്തും ഏറ്റവും വലുത് ദൈവം തരും. നേരെ ഉയർത്തി ആത്മാവിലെ ദൂതിനെ സ്വീകരിക്കുക. ഇതൊന്നും പറയണമെന്ന് വെച്ച് പറയുകയല്ല, രക്ഷയുടെ വാതില് പ്രസംഗിക്കാൻ നിൽക്കുക. പക്ഷെ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഇന്ന് പറയിപ്പിക്കുകയാണ്. നിനക്കുള്ളത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഇതിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം തിരിഞ്ഞു നോക്കാത്ത രണ്ട് വ്യക്തികളിൽ രണ്ടു പേരിൽ ഒരാളാണ് ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കാൻ ചാൻസ് ഇല്ലാത്ത ആളാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സഹോദരനാകുന്ന ഇസ്മയേല്. ഹല്ലേലൂയ. ആ വീട്ടിൽ പിഴച്ചു പെറ്റവൻ എന്ന പേര് അവന്റെ പേരിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇസ്ഹാക്ക് വളർന്നു വരുന്നവരെ അവനൊരു നല്ല സ്ഥാനം ആ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. വളരാൻ തുടങ്ങിയപ്പോൾ കണ്ണ് അവർക്ക് നിന്ദ്യനായി തീരാൻ തുടങ്ങി. ഹല്ലേലൂയ. അടുക്കളയിലേക്ക് താൻ മാറി ചിന്തിക്കണമെന്നു. ഹല്ലേലൂയ. മുൻപുറത്തേക്ക് ഓടിക്കയറാൻ പറ്റാത്ത അമർഷബോധം അവന്റെ മനസ്സിനകത്തേക്ക് കയറുന്നു. എനിക്കറിയത്തില്ല ആരാ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. മാറി 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 ഹല്ലേലൂയ. അവസാനം ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് കുടുംബത്തിൽ നിന്ന് തന്നെ മാറുന്ന അനുഭവം ഉണ്ടായി. ബേർശേബ മരുഭൂമിയിൽ മരണത്തിന്റെ അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ആ രണ്ട് വ്യക്തികൾ മാറി. അന്ന് വരെ ദൈവം തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് അവരുടെ ഹൃദയത്തിനകത്ത് അഭിപ്രായമുള്ളവരോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഇല്ല, നീ മരിക്കാനുള്ളവനല്ല, നിനക്ക് ഒരു യാത്രയുണ്ട്. നിനക്ക് വേണ്ടി
ഞാനൊരു പ്ലാൻ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അറബി രാജ്യങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹമായി ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ് ഹല്ലേലൂയ ഇസ്മായേലെങ്കിൽ അവനെ മരണത്തിന് 14-ാം വയസ്സിൽ അവന് മരണവുമായി ഉണ്ടായ എൻകൗണ്ടറിനെ പൊട്ടിച്ച് അവനെ ജീവനിലേക്ക് കടത്തിയത് ആ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, തിരിഞ്ഞു നോക്കത്തില്ല, എന്നെ ഇന്ന് വരെ മൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ആ ലിസ്റ്റിലുള്ള ആളല്ല, ഞാൻ റിജക്റ്റഡ് ആയ ആളാണെങ്കിലും ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അമ്മാവിൽ പറ, നിന്നെ ഒരു ക്വാളിറ്റി ഉള്ളതാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. നിങ്ങളോട് കുറച്ച് നേരമേ ഉള്ളൂ, നമുക്ക് ദൈവവചനത്തിനകത്തേക്ക് മടങ്ങി വരാം. നിങ്ങളുടെ ചിന്തയ്ക്കകത്തേക്ക് ഒരു വചനത്തെ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവന്നാട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നതായി കണ്ടു. രക്ഷയുടെ വാതിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി തന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്ന 3 അനുഭവങ്ങളെയാണ് ഈ ചെറിയ സമയത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണയിൽ ഞാൻ ആത്മാവിൽ വേഗത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. ഈ മറിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ ഒരു കൂട്ടം രോഗികൾ സൗഖ്യമാകുന്നു. ആമേൻ പറ. ആമേൻ. ഒറ്റയ്ക്ക് സൗഖ്യമാകുന്നല്ല, ഒരു കൂട്ടം രോഗികൾ സൗഖ്യമാകുന്നു. ആദ്യം ഓരോരുത്തരെയൊക്കെയാണ് യേശു പിടിച്ചത്. ബൈബിളിനകത്ത് ഓരോരുത്തരുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിലും ചെന്ന സ്ഥലത്ത് ഒരു രോഗിയെ സൗഖ്യമായുള്ളെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. പോയ സ്ഥലങ്ങളിൽ പറഞ്ഞ സാക്ഷ്യങ്ങൾ പോലും രോഗസൗഖ്യങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ ഒരാളുടെ പേര് മാത്രം എഴുതി അതേ അനുഭവം മറ്റ് അപ്പോസ്തലന്മാർ സുവിശേഷത്തിലൂടെ രേഖപ്പെടുത്തുമ്പോൾ ഒരാളുടെ പേരല്ല, ഒരുപാട് കുരുടർ കാഴ്ച പ്രാപിച്ചു, ഒരുപാട് മുടന്തർ എഴുന്നേറ്റ് നടന്നു എന്ന് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ വിശ്വാസത്തോട് പറയുന്നു, മിറക്കിളുകൾ അവസാനിച്ചിട്ടില്ല. മിറക്കിൾ ഹാർവെസ്റ്റ് ചർച്ച് സ്തോത്രം പറയണം. ഇത് ഈ മെസ്സേജ് ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇതിനെ ആളി കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ മിണ്ടാതിരുന്നാൽ ഇങ്ങനെ ചെറുതായി പോവുകയുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ, മിറക്കിൾ തീർന്നിട്ടില്ല. ഇപ്പോഴും ഇതിനകത്ത് മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മിറക്കിൾ അവസാനിക്കത്തില്ല. മിറക്കിൾ ആരംഭിക്കാൻ പോകുന്നതിന്റെ ഒരു പുതിയ പകർച്ച നമ്മുടെ ചർച്ചിനകത്തും വെളിപ്പെടട്ടെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, പേര് നോക്കാതെ, കുലം നോക്കാതെ, ആള് നോക്കാതെ, അനുഭവങ്ങൾ നോക്കാതെ ഏത് ചെറിയവനെയും വലിയവനെയും ഒരുപോലെ ദൈവം ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകല് കുഞ്ഞുങ്ങൾ പോലും അസാധാരണ വെളിപ്പാടുകൾ പറഞ്ഞ് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പരിജ്ഞാനത്തിന്റെ വചനം ക്രിസ്തുവിൽ ആത്മാവിനാൽ ക്രിസ്തുവിലുള്ള വിജ്ഞാനീയത പ്രസംഗിക്കുന്ന യൗവനക്കാർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എന്നാണെന്നറിയുമോ? സഭ ആദ്യ നൂറ്റാണ്ടിൽ നിന്നും വളർന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് വളർച്ചയുടെ ഏറ്റവും അവസാനത്തെ ഒരു നിമിഷത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ പറ. ആമേൻ. എൻ്റെ ഒരു കോൺഫിഡന്റ് രൂപനെ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു കോൺഫിഡന്റ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖമല്ല എൻ്റെ കോൺഫിഡന്റ്, ഇതിനകത്തിരിക്കുന്ന ആൾക്കാരല്ല എൻ്റെ കോൺഫിഡന്റ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാം. ഏത് മനുഷ്യനെയും. ഹല്ലേലൂയ. ആരാകട്ടെ, ഏതാകട്ടെ, നിന്റെ നിലവാരം എന്താകട്ടെ, ഹല്ലേലൂയ, നിന്നെ തികയ്ക്കാൻ എൻ്റെ കർത്താവിന് പറ്റും. That's my confidence. എൻ്റെ കോൺഫിഡന്റ് അകത്താണ്. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കാൻ, വിദ്യാഭ്യാസമുള്ളവനെ പോലെ ചിന്തിപ്പിക്കാൻ വിദ്യാഭ്യാസം വേണം. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തെ പോലെ ചിന്തിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുള്ളത് കൊണ്ട്, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഉറപ്പായിട്ട് നിന്റെ മേലൊരു തികവുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി മിണ്ടാതിരിക്കുകയല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ട ആത്മാവിനാൽ ഒരു ബലപ്പെടൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആമേൻ. വീട്ടിനകത്ത് ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാകുക, നിന്റെ വീട് മിറക്കിളാകും. ആമേൻ. ഇന്ന് വരെ കയറിയ എല്ലാ നെഗറ്റീവ് പദങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർത്തൽ ചെയ്യുന്നു. നിന്റെ വീടിനകത്തും നിന്നിലും ആരംഭിക്കപ്പെട്ട എല്ലാ നെഗറ്റീവായ വാക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ നിർത്തൽ ചെയ്യുന്നു.
രണ്ടാമതായി ആലോചന വെളിപ്പെടുത്തുന്നത്. രണ്ടാമത് ദൈവഭക്തനായി നീ സംസാരിക്കേണ്ടത് സാഹചര്യങ്ങളോട് അനുകൂലമായല്ല. ഞാൻ ദൈവഭക്തനാണ്, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണെന്ന രീതിയിലേ സംസാരിക്കാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെല്ലാം നേരെ തിരിഞ്ഞു പോവാം. മിസ്രൈമിനകത്ത് വലിയ കൂരിരുട്ടുണ്ടാകുമ്പോൾ ഗോശൻ ദേശത്തിനകത്ത് വെട്ടമുണ്ട്. എന്താ കാരണം? എന്താ കാരണമുണ്ട്. ഞാൻ നിന്റെ മേൽ കർത്തൃത്വം നടത്തി തുടങ്ങി. ഇന്നലെ വരെ 400 വർഷം നിങ്ങൾ പീഡനത്തിലായിരുന്നു. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ആഹാരമോ ജീവനിക്കുമെന്നുള്ള നല്ല അനുഭവം പോലും, ഒരു പ്രത്യാശ ജനിപ്പിക്കുന്ന വാക്ക് പോലും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നിന്നോട് ഹല്ലേലൂയ പറയാനുള്ളത്, ഇസ്രായേലിനോടുള്ള ദൂതാണ് പറയാനുള്ളത്. അവരുടെ വീടും നാടും ഒരുപോലെ കൂരിരുട്ടിനകത്ത് കിടക്കുമ്പോൾ നിന്റെ വീടിനകത്ത് വെട്ടമുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത നിന്റെ ഉത്തരവാദിത്വം ദൈവമാണെന്നാ. ആമേൻ. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ വീട് വെട്ടമുള്ള വീടാണ്. ആമേൻ. നിങ്ങൾ ഉറങ്ങിക്കിടന്നാൽ നിങ്ങളുടെ വീട്ടിലെ വെട്ടം കാണുമോ? ഇത് കാണുമോ? ഉറങ്ങിക്കിടക്കുമ്പോൾ വീട്ടിലെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? കാണാൻ പറ്റണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ചിന്ത നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഉറങ്ങിക്കിടന്ന ആത്മാവിൽ ഉറങ്ങില്ല, ജഡത്തിൽ ഉറക്കം വിട്ടേര്. ആത്മാവിൽ ഉറക്കം ആണെങ്കിൽ വീട്ടിൽ വന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന വെട്ടം കാണാൻ പറ്റത്തില്ല. അതിനെയാണ് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞത്, വിളക്ക് രാവിലെ എഴുന്നേറ്റ് കത്തിച്ചിട്ട് പറയും കീഴിൽ കൊണ്ടുവച്ച് അടച്ചു വെച്ചേക്കും. ഹല്ലേലൂയ. ദൈവം കത്തിച്ച ഒരു തിരി നിന്റെ അകത്തുണ്ട്, അത് കത്തണം, അത് കത്തണം. ഹല്ലേലൂയ. ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു വരാം. ഇവൾ 7 ദുഷ്ടഭൂതങ്ങൾ അവളുടെ അകത്തുണ്ടായിരുന്നു. 7 ഭൂതങ്ങൾ, 7 ഭൂതമുള്ള ആളായിരുന്നു അവള്. 7 ഭൂതമുള്ള ആളുടെ നിലവാരം എന്തായിരിക്കും? ആമേൻ. പക്ഷെ പിന്നീട് പഠിക്കുമ്പോൾ യേശു ഉള്ളടത്ത്, സൗഖ്യമായ ദിവസം മുതൽ യേശു ഉള്ളടത്ത് ഇവളുണ്ട്. ആമേൻ. സാധാരണക്കാരൊന്നുമല്ല, നല്ല സാമ്പത്തികമുള്ളവരാ, നല്ല സമ്പന്നയാണ്. ഹല്ലേലൂയ. പത്രോസിന് ചെയ്യാൻ പറ്റാത്ത, ഹല്ലേലൂയ, ശിഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ സഹോദരി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അമ്മ ഒരു നിമിഷം സഹോദരിമാർ പറയട്ടെ. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് ആദ്യം അറിഞ്ഞത് ആരാ? ഈ സ്ത്രീയാണ്. ഉയർപ്പിന്റെ ദൂത് ആദ്യം കിട്ടിയത് ആരാ? ഈ സ്ത്രീയാണ്. അതുകൊണ്ട് സുവിശേഷത്തിൽ പലരും പ്രസംഗിക്കുന്ന പോലെ മിണ്ടാതിരിക്കാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന പകലുകളാണിത്. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ദൂത് പുറത്തു കൊടുക്കാൻ ദൈവം നിങ്ങൾക്ക് അനുവാദം നൽകട്ടെ. ഈ സ്ത്രീ വന്ന് പത്രോസിനോടും യോഹന്നാനോടും പറയുമ്പോൾ അവരുടെ ഉള്ളത്തിനകത്തൊരു ആളിക്കത്തലുണ്ടായി. ശമര്യ പട്ടണത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഈ യെരുശലേമും യഹൂദിയ വലിയ ഉണർവ് നടക്കുമ്പോൾ ഭയങ്കര ഡ്രൈനസ് കടന്ന്, ഈ ദൂത് ആവർത്തിക്കുക കേട്ടോ, ഡ്രൈനസ് കടന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് യേശു ഒരിക്കൽ വഴിമാറി സഞ്ചരിച്ചിട്ട് അവിടെ തികവുള്ളവരെന്നും അവർ ആരാധിക്കുന്ന മലയിൽ ആരാധിക്കുന്ന പാരമ്പര്യത്തിൽ ആരാധിക്കുന്ന ഒരുപാട് പേരുള്ളപ്പോഴും ആരും അറിയാത്ത ഒരു സ്ത്രീയെയാണ് യേശു തൊട്ടത്. ഹല്ലേലൂയ. അവൾ ഒരു പട്ടണത്തെ ഇളക്കിയെന്നാ പറയുന്നത്. ഹല്ലേലൂയ. പേര് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ജീവിത നിലവാരം കൊണ്ടും അവൾക്ക് സമൂഹത്തിന്റെ നടുത്ത് ഇറങ്ങാൻ പറ്റാത്തവളാ. ദൈവം അവളെ തൊട്ടപ്പോൾ, ദൈവം അവളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയപ്പോൾ മിനിറ്റുകൾ കൂടി അവളുടെ ശബ്ദം, അവളുടെ വാക്ക് പട്ടണം ശ്രദ്ധിച്ചു. ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, സഹോദരിമാർക്ക് ഒരു ശുശ്രൂഷ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല ബൈബിൾ, നിങ്ങളെ അവഗണിച്ചിട്ടില്ല ബൈബിൾ, നിങ്ങളെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഒഴിവാക്കിയിട്ടില്ല. അതിവിടുത്തെ പാരമ്പര്യ പാസ്റ്റർമാരുടെ പരിപാടിയാണ്. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ കൈമാറുന്നു, രക്ഷാദൂത് നിങ്ങൾക്കും അവകാശമുള്ളതാണ്. പട്ടണങ്ങളെ ഇളക്കാൻ ഫിലിപ്പോസിന് മുമ്പ് പട്ടണത്തെ ഇളക്കിയവളാണ് ആ സഹോദരി. നിങ്ങളെ അതിനായി ദൈവം സഹായിക്കട്ടെ. 7 ഭൂതങ്ങൾ അവളുടെ അകത്തുണ്ടായിരുന്നു. 7 ഭൂതങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടവളെ യേശു സൗഖ്യമാക്കി.
അന്ന് മുതൽ യേശുവിൻ്റെ കൂടെയുണ്ട്. ഏറ്റവും അവസാനം കാൽവറി കുരിശ് യേശുവിന് തുറക്കപ്പെടുന്നത് കാണുന്നു. ഇവൾ അവസാനം കണ്ട കാഴ്ച യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതാണ്. 3 കാഴ്ചകൾ ഈ സ്ത്രീയുടെ മനസ്സിനകത്തുണ്ട്. അവൾ കണ്ടത് യേശു ക്രൂശിക്കപ്പെട്ടതാ. അവൾ കാണാൻ ആഗ്രഹിച്ചത് യേശു ക്രിസ്തുവിന്റെ മരിച്ച ശരീരമാണ്. അവൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ ഉയർത്ത ശരീരം. ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ മെസ്സേജ് എങ്ങനെ കൊണ്ടുപോകും? ഹല്ലേലൂയ. അവൾ കണ്ടത്, ഒന്നുകൂടെ പറയുന്നു, അവൾ കണ്ടത് അവസാനം പത്രോസ് ഓടി മറയുമ്പോഴും യോഹന്നാനോടൊപ്പം ഈ സ്ത്രീ യേശുവിന്റെ കാൽവറിയുടെ താഴെ അവസാനം പറയുന്നത് വരെ നോക്കി 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 നോക്കി. കൂടെയുള്ളവർ ഒരു കലഹമുണ്ടാക്കി. യെരൂശലേമിലെ വിശ്വാസികൾ, വിശ്വസിക്കപ്പെട്ടവരെ മൊത്തം ഇളക്കി. സഭയ്ക്കകത്ത് വന്നവരെന്നും അല്ലെങ്കിൽ യേശുവിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് വന്നവരും, യേശുവിൻ്റെ അപ്പം കഴിച്ചവർ, യേശുവിൻ്റെ അത്ഭുതം കണ്ടവർ, യേശുവിനാൽ രോഗസൗഖ്യം ഉണ്ടായവർ ഏതൊക്കെയോ മറയത്ത് മറഞ്ഞിരിക്കുമ്പോൾ ഭൂതം ബാധിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ അവഗണിക്കപ്പെട്ടവളെ ദൈവം തൊട്ടതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റത്ത് അവൾ വന്ന് നിന്നു. അതെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ മറിയയുടെ കണ്ണുകളിലൂടെ എനിക്ക് കാണിച്ചു തരാൻ താല്പര്യമുണ്ട്. അവൾ കണ്ടത് യേശു തീരുകയാണ്. ഹല്ലേലൂയ. ആ അവസാനം അല്ല, മറിച്ച് അവളുടെ കാഴ്ചക്കകത്ത് യേശു തീരുന്നെങ്കിൽ അതിനകത്തൊരു മർമ്മമുണ്ട്. യേശു ക്രൂശിക്കപ്പെടാൻ വേണ്ടി തന്നെ ഭൂമിയിലേക്ക് വന്നതാണ്. അവൻ മരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നതാണ്. അവൻ മരിക്കുന്നത് വരെ ശിഷ്യന്മാർക്ക് പോലും പല തവണ ആവർത്തിച്ചു കൊടുത്തിട്ടും അവൻ്റെ മരണം, അവൻ്റെ ക്രൂശീകരണം അനിവാര്യമായിരുന്നത് എന്ന് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു ക്രൂശിക്കപ്പെടുന്നത്, യേശു മരിക്കുന്നത് ചിന്തകൾക്കകത്ത് വലിയ പ്രയാസമായിരുന്നു. യേശുവിന് പറയാനുള്ള ഒറ്റ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോടുള്ള ദൂതൻ എന്നാണെന്നറിയാമോ? കാൽവറി കുരിശ് യേശുവിൻ്റെ മരണത്തെ കൊണ്ടാകുമ്പോൾ ക്രിസ്തുവിലൂടെ ഒരു പരാജയമല്ല സമൂഹത്തിനുണ്ടാകുന്നത്, ക്രിസ്തുവിലൂടെ ഒരു ജയജീവിതമാണ്. എത്ര പേർക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ മരണം പ്രസ്താവിക്കപ്പെടുന്നിടത്ത് യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കും. ക്രൂശിൽ തൻ്റെ ശരീരം അടിച്ച് തകർത്ത് 3 ആണിമേൽ തൂങ്ങിക്കിടക്കുമ്പോഴും അവസാനം സംസാരിക്കുന്നവനും ക്രിസ്തുവിൽ നിന്നും അവസാനത്തെ വാക്കല്ല, നമ്മളെല്ലാം ഇവിടെ മരിക്കും. പക്ഷേ നാളെ ആ കള്ളന് പറയാനുള്ള വാക്ക്, നാളെ നീ ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ പർദീസയിൽ ഇരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. ഹല്ലേലൂയ. അതൊരു തീരുന്ന ശബ്ദമാണോ? അത് അവസാനിക്കുന്ന ശബ്ദമാണോ? അത് ഒടുങ്ങുന്ന ശബ്ദമാണോ? റോമൻ ഗവൺമെന്റും ഹല്ലേലൂയ യഹൂദ മതം ഒരുപോലെ പറയുന്നു, ഇത് ഇവിടം കൊണ്ട് തീരുകയാണ്. പക്ഷേ ക്രൂശീകരണം, ഹല്ലേലൂയ, യേശുവിന്റെ ക്രൂശ് തീരുന്നതിന്റെ ഭാഗമല്ല, യഥാർത്ഥമായി ഇത് തുടങ്ങുന്നതിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ശബ്ദം മനസ്സിലാകണമെങ്കിൽ പത്രോസിന്റെ വാക്കുകളെ പ്രതീക്ഷിച്ച് ശ്രദ്ധയോടെ കേൾക്കണം. ഇങ്ങനെയാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ക്രൂശിച്ചവനും നിങ്ങൾ കാൽവറി മലയിൽ തകർത്തവനും അവനാലുള്ള ശക്തിയാലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആമേൻ. ക്രൂശിന്റെ വചനം ഒരു ആവേശമാണ്. ക്രൂശിന്റെ വാതിൽ രക്ഷയുടെ വാതിലാണ്. ക്രൂശ് തീരുകയല്ല, ക്രൂശ് ഒരു വാതിലാണ്. ആമേൻ. വിളിച്ചു പറ, ക്രൂശ് ഒരു വാതിലാണ്. ഹല്ലേലൂയ. സകല ഭാഷയിലേക്കും വംശത്തിലേക്കും ജാതിയിലേക്കും പാപത്തിലേക്കും അടിമത്തത്തിലേക്കും തകർന്നു പോയ മാനവജാതിയുടെ മുമ്പിൽ തുറക്കപ്പെട്ട യഥാർത്ഥ വാതിലാണ് ക്രൂശിന്റെ വാതിൽ. ആമേൻ. ഹല്ലേലൂയ. ലോകം ക്രൂശ് അവസാനമാണെന്ന് പറയുമ്പോൾ ക്രൂശ് ഒരു പാലമാണ്, അടഞ്ഞ സ്വർഗത്തിലേക്കുള്ള വാതിൽ. അതുകൊണ്ടാണ് ഞാൻ വാതിലാണ് എന്ന വചനത്തിന്റെ താഴെ കൊണ്ട് പറയുന്നു, ഇതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെട്ടിരിക്കും. എന്ന് പറ, ഇതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെട്ടിരിക്കും.
ഇതിലൂടെ കടക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും. ഇതിലൂടെ കടക്കുന്നവൻ മേച്ചിൽ പുറങ്ങളെ കണ്ടെത്തിയിരിക്കും. വിശ്വാസത്തോടെ വിളിച്ചു പറ, അത്ഭുതങ്ങൾ നിന്നിലൂടെ ഇനി സംഭവിക്കാനുണ്ട്. കാരണം നീ കയറി ഇറങ്ങിയത് ക്രൂശിലൂടെയാണ്. ഇത് വിശദീകരിക്കാൻ താല്പര്യമാണ് എന്റെ കൂടെ നിന്നാൽ. ഹല്ലേലൂയ. സത്യത്തിൽ നിങ്ങൾ ക്രൂശിൽ കയറിയില്ല, സത്യത്തിൽ നിങ്ങൾ ക്രൂശി കണ്ടില്ല, സത്യത്തിൽ ക്രൂശിന്റെ വേദന അനുഭവിച്ചില്ല. യേശു പറയുന്നു, ഞാൻ അനുഭവിച്ചോളാം. നിങ്ങൾ കയറിയതുപോലെയാ. നീയായിരുന്നു മരിക്കേണ്ടത്, നിങ്ങളായിരുന്നു, നിങ്ങൾക്കായിരുന്നു, നമുക്കായിരുന്നു ശിക്ഷ. യേശു പറയാണ്, ഞാൻ അനുഭവിച്ചോളാം, ഞാൻ ആ വേദന അനുഭവിച്ചോളാം. പക്ഷേ ആ പകരമുള്ളത് നീ അനുഭവിക്കണം. ആമേൻ. ഇന്ന് രാവിലെ തീർച്ചയാണ് ഈ വാക്ക്. യേശു പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചു. മാനുഷിക ചിന്തയാണ്. ഹല്ലേലൂയ. അവൻ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാപം, ശാപം സകലതും അവന്റെ മേൽ പകരപ്പെട്ടെങ്കിൽ അവനിലൂടെ ഉള്ളത്, അവനിൽ നിന്നുള്ളത് നിങ്ങളിലേക്ക് പകരണം. ആമേൻ. ഇതൊരു പകർച്ചയുടെ ദിനമായി തീരട്ടെ. ഹല്ലേലൂയ. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അവൻ പോയി എന്നല്ല അതിന്റെ അർത്ഥം. അവൻ ചെയ്തത് മുഴുവൻ, അവൻ ക്രൂശിലെടുത്ത സകല ജയവും നിന്നിൽ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിശ്വാസികളുടെ മുമ്പിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് ഭൂതത്തിന്റെ മുമ്പിൽ ക്രൂശിനെ പറ്റി പറയണം. അവർക്കറിയാൻ പറ്റുന്ന രീതിയിൽ പോലും വിശ്വാസികൾക്ക് അറിയാൻ പറ്റുന്നില്ലെന്നാണ്. ഒരിക്കലും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോട്ടയത്തുള്ള ഉദ്യോഗസ്ഥന്റെ ഭാര്യ, അവർ സത്യത്തില് പ്രാർത്ഥിക്കാൻ വന്നൊന്നുമല്ല, പക്ഷെ അകത്ത് കയറിയപ്പോൾ പുതളയും. ഞങ്ങൾ ഭയങ്കര തിരക്കിട്ട് എങ്ങോട്ട് പോകാൻ നിൽക്കുമ്പം എന്റെ കയ്യെ പിടിച്ച് ആ ഭർത്താവ് വെച്ചു, പാസ്റ്റർ ഇട്ടേച്ച് പോകരുത്. അല്ല, ഞാൻ സത്യത്തിൽ ഇത് കണ്ടില്ല. നാക്ക് കടിച്ച് മുറിക്കുവാണ്. എന്നാ ചെയ്യാൻ പറ്റും? ഭയങ്കര ആത്മപകർച്ചയുടെ മീറ്റിങ്ങിന് തൊട്ട് മുമ്പാ നമ്മളൊക്കെ ഭയങ്കര റേഞ്ചിൽ നിൽക്കുക, ഭയങ്കര വിശ്വാസത്തിന്റെ നിൽക്കുക. അങ്ങോട്ട് എന്നിട്ട് ഞാൻ ആത്മാവിൽ അവരുടെ തലയെ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ നാവിന്റെ ആ കടിവിടാൻ പറഞ്ഞു. അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു ക്രൂശിന്റെ വചനം. യേശു ക്രൂശിൽ യാഗമായത് എന്റെയും കൂടെ വിടുതലാണ്. യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഹല്ലേലൂയ, അവരുടെ മുടിനാരികൾക്കകത്തൂടെ വരെ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. മുടിനാരികൾക്കകത്തൂടെ അവരുടെ മേൽ കെട്ടിയ ശൈറ്റനി കെട്ടുകൾ അഴിയുന്നത് കണ്ടു. ഇന്ന് പകല് ഞാൻ ആത്മാവിൽ പറയുന്നു, വെറുതെ ഇരുന്ന് കേൾക്കരുത്. ക്രൂശ് ഒരു വാതിലാണ്, നീ രക്ഷപ്പെടാനുള്ള വാതിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ സകല രോഗങ്ങളും അവിടെ തീർപ്പുണ്ട്, സകല ശാപങ്ങളും അവിടെ തീർപ്പുണ്ട്, സകല പ്രശ്നങ്ങൾക്കും അവിടെ തീർപ്പുണ്ട്, സകല ബുദ്ധിമുട്ടുകൾക്കും അവിടെ തീർപ്പുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ സകല വിടുതലിനും കാരണമാണ്. ഹല്ലേലൂയ. 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 നിങ്ങളുടെ വീട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വീടാണ്. ഒരു ശാപങ്ങൾക്ക് നിന്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. പറ, മാവില് പറ. ഹല്ലേലൂയ. വീടൊരു സൈനാണ്, അത് ക്രിസ്തു എന്ന വാതിലായി മാറട്ടെ. ഹല്ലേലൂയ. ഇതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അയച്ചാ പറ, രക്ഷപ്പെടും. ഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ കുഴപ്പമില്ല, രക്ഷപ്പെടും. ഒച്ചത്തി പറ. നിനക്ക് ബോറടിക്കുന്നുണ്ടോ? അല്ലേ പറ, രക്ഷപ്പെടും. കാരണം ഞാൻ കേറിയത് ക്രൂശ് എന്ന വാതിലിലൂടെയാണ്. ക്രൂശ് എന്ന വാതിലിലൂടെയാണ്. അതായത് വിശദീകരിക്കാം, പക്ഷെ ഇപ്പൊ സമയം പോരാ. 3 ഭാഗവും 8 ഇവൾ ആഗ്രഹിച്ചത് എന്നാന്നറിയാവോ? യേശു ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, യോസഫിന്റെ കല്ലറയിൽ വെച്ചിരിക്കുക. ഇനി എന്താണ്? ഇതൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി എന്താണ്? ഇനി എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ആരിലും എളുപ്പമുണ്ടോ? എന്താണെന്ന് അറിയത്തില്ല. എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് കൃത്യം ഈ ദൂത് തിരിച്ചറിയും. ഇവിടെ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ 3-ാം ദിവസം യേശുവിന്റെ കല്ലറയിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. കല്ലറയിൽ, ശ്രദ്ധിച്ചേ, ഈ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. കല്ലറയിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒറ്റയ്ക്കാണോ? അല്ല. ഒറ്റയ്ക്കാണോ? അല്ല, ഒറ്റയ്ക്കല്ല. സഹോദരിമാർ ഒത്തിരി പേരുണ്ട്.
എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു തോന്നുന്നു. ഏതാ, എനിക്ക് 7 ഭൂതം ഉണ്ടായിരുന്നു. ആ 7 ഭൂതം യേശുവിനെ ഞാൻ കണ്ടപ്പം മാറി. അവക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആത്മാവിൽ പറ, തൂത് വെളിപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അല്ലേ, നിങ്ങൾക്ക് തൂത് പറയാൻ നിങ്ങൾക്ക് കുറച്ചു പേരുണ്ടായിരിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കുറച്ചു പേരുണ്ട്. ഇത് ഉണ്ടാകുമെന്നതിന് തെളിവാണ് ഈ ദൂത്. ആമേൻ പറ. ഹല്ലേലൂയ. കുറച്ച് സഹോദരിമാർ, ശിഷ്യന്മാരൊക്കെ എവിടെ ഒളിച്ചു, ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് യേശുവിന്റെ മരിച്ച ശരീരത്തിന്റെ മേൽ സുഗന്ധവർഗങ്ങൾ പുരട്ടേണ്ടതിനായി ഒരുക്കിക്കൊണ്ടിരിക്കുക. ചെറിയ പരിപാടിയല്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നല്ല നീണ്ട മണിക്കൂറുകൾ എടുത്താൽ മാത്രമേ ഇത് ഒരുക്കിയെടുക്കാൻ പറ്റുള്ളൂ. നല്ല സാമ്പത്തികം, നല്ല മണി ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച് മേടിച്ചത് യേശുവിന്റെ മരിച്ച ശരീരത്തിൽ പുരട്ടണം. 3 ദിവസമായി കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. ഇതൊന്നും അവരുടെ ഉള്ളിൽ ഒരു പ്രശ്നമല്ല. എങ്ങനെ കയറുമെന്നോ, കല്ലറയുടെ വാതിൽ ആര് തുറക്കുമെന്നോ അവർക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. സഹോദരിമാർ ആ വിഷയം ചിന്തിക്കുന്നില്ല. അവര് ഒരുമിച്ചിരുന്നു കൊണ്ട് വളരെ ക്രിസ്തുവിനെ ധ്യാനിച്ച്, അവൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത വാക്കുകൾ, വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിൽ ഉറപ്പിച്ച്, ഹല്ലേലൂയ, ആഗ്രഹിച്ച ആ പ്രാണനാഥന്റെ ശരീരത്തിനകത്ത് പുരട്ടേണ്ടതിനായി ആ സുഗന്ധവർഗങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും. നേരം വെളുത്തു വന്ന് കണ്ടപ്പോൾ അല്പം എവിടേക്കോ വെളിച്ചം വരുന്നു. ഇരുട്ടുണ്ടെങ്കിലും ഇരുട്ടത്തോടെ ഇവർ പതിയെ ഇരുട്ടവർക്ക് ഭയമുളവാക്കിയില്ല. ഇരുട്ടത്തോടെ കല്ലറ, യോസഫിന്റെ കല്ലറ ഇരിക്കുന്ന തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോൾ പുറകിന്നൊരു ചോദ്യം ഇതാണ്: കല്ലറ അടച്ചു വെച്ചിരിക്കല്ലേ? കല്ലറ നിങ്ങൾക്കും ഉണ്ടാവില്ലല്ലോ. രാവിലെ ഒരുങ്ങി ചർച്ചിലേക്ക് വരാൻ നേരത്ത് പോണോ? നിങ്ങളുടെ അകത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാകും, മഴയാ വേണ്ട എന്ന് പുറകിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. പറയേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ജിനോഷ് പാസ്റ്റർ ചർച്ചിലെ ഒരു വിശ്വാസിയുടെ വീട് പണിത് കയറുക. അപ്പൊ അതിനു മുമ്പ് ലാഡ്സൺ പാസ്റ്റർ പറഞ്ഞ് കൺവെൻഷൻ വെച്ച് വീട്ടിൽ കയറിയാൽ മതി. വീട്ടു പ്രാർത്ഥനയല്ല, കൺവെൻഷൻ വെച്ച് വീട്ടിൽ കയറിയാൽ. ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വളരെ ലേറ്റ് ആയിട്ട് ഞാനാണ് അവിടെ പ്രാർത്ഥിക്കും. ഭയങ്കര മഴയെന്ന്, എന്നാ മഴയായിരുന്നു. കാരണം ഒരു നേരം മുറ്റത്തിറങ്ങാൻ പറ്റിയാലത്തെ മഴയാ. എന്നെ വീട്ടിൽ കിടന്ന് ഭയങ്കര, ഞാൻ മുറ്റത്തിറങ്ങുമ്പോൾ ഓരോ തുണി എങ്ങനെ ഉണക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ആ വീടിനകത്തോട്ട് കയറി പ്രാർത്ഥിച്ചു. 2.5 മണിക്കൂറുടെ കൺവെൻഷനുണ്ട്. ഈ 3 കിലോമീറ്ററിനകത്ത് മഴ പെയ്യാൻ പാടില്ല. ഞാൻ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഭയങ്കര ആരാധന വീട്ടിൽ. അപ്പൊ എന്റെ അകത്ത് ചോദ്യം, ഇനി മഴ പെയ്താൽ എല്ലാരും എനിക്കിട്ട് നോക്കുവോ? എങ്കിലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മണിയായപ്പോ പിള്ളേര് തലേ ദിവസം ഇട്ട പടുതൊക്കെ കാറ്റടിച്ച് അപ്പുറത്തെ പറമ്പിൽ കിടന്നു. ഇവന്മാർക്ക് അറിയത്തില്ല, പിള്ളേരില്ലേ, ഇവർക്ക് ആരാധിക്കാനും പാടാനും ചെന്നാനേ അറിയുള്ളൂ. ഈ മഴയ്ക്കകത്ത് എങ്ങനെ കുഴിച്ചിടണമെന്ന് അറിയത്തില്ല. നല്ല പാറ പോലത്തെ സ്ഥലമാണ്, ഇതിനകത്ത് കുഴിക്കാൻ പാടാ. അതാ അവന്മാര് കുഴിച്ചു. ഞങ്ങളുടെ കൂടെ ബെൻ എന്ന് പറയുന്ന ഒരു പേരുണ്ടാകും, യൂട്യൂബറാ. അവൻ 4 മണിയായപ്പോ അവൻ കെട്ടിയപ്പോ ഒറ്റക്കെട്ടലിൽ അങ്ങേറ്റത്തെ കമ്പി തെറിച്ച് ഇപ്പറവൻ. ഇവൻ വീണ്ടും ഒരു 1.5 അടി താത്ത് ഇട്ട് 8 മണിയായപ്പോഴാണ് പടുതായിട്ട് തീർന്നത്. 8:15 ആയപ്പോ ഞാൻ മഴക്കോട്ടിട്ടുണ്ടോ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. എല്ലാരും എനിക്കിട്ട് നോക്കി, മഴ പെയ്യരുതെന്ന് പറഞ്ഞ പുള്ളി മഴക്കോട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോ മഴ അങ്ങ് മാറി. ആമേൻ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, റെസ്ക്യൂ ആണ്, എന്തെങ്കിലും പ്രയാസം പുറത്തുണ്ടായാൽ ഞാൻ പുറത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആ മഴക്കോട്ടിട്ടുണ്ട് തന്നെയാണ് തുടർന്ന് അവൻ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. പക്ഷെ ആ 2 ദിവസവും മീറ്റിംഗ് നടന്ന സമയത്ത് മഴയില്ല. ഞാൻ ഇതൊന്നും പറയാനല്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒരു ആന്റി അച്ഛനോട് വീട്ടിൽ പോകാനാണ്. ഇവരെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ ചങ്ങനാശ്ശേരി അവര് പറഞ്ഞ വാക്ക് കേട്ടപ്പോഴാണ് 4 മണിയായപ്പോ ഇവരുടെ വീട്ടിൽ വെള്ളം കയറി. ഒരു കട്ടിലിന്റെ മേളിൽ മറ്റേ കട്ടിലെ ഏറ്റു വെച്ച് സാധനങ്ങളെല്ലാം അതിന്റെ മേളിൽ കയറ്റി വെച്ചിട്ട് ഇവര് കൺവെൻഷൻ വന്നേ. ആലോചിച്ചോണോ? തിരിച്ചു ചെല്ലുമ്പോ ആ കട്ടില് മുങ്ങി വരുമെന്ന് അറിയത്തില്ല. ഇത്ര നീന്തി വേണം. നടന്നു പോകുന്ന സ്ഥലമായിരുന്നു, വെള്ളം അത്രയും കയറി കിടക്കുകയാണ്, വരമ്പാണ്.
നീന്തി വേണം. അവര് തുണി എടുത്തോണ്ട് വന്ന് വേറൊരു വീട്ടിൽ വന്ന്, ചങ്ങനാശ്ശേരിയിൽ ഒരു വീട്ടിൽ വന്ന് തുണി മാറിയിട്ടാണ് വരുന്നത്. ഒരു പനി ഉണ്ടാകുമ്പോ വീട്ടിൽ ഇരിക്കുമ്പോ ഇത് ആലോചിക്കണം. ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് പോരും, അവിടെ താമസിക്കാം, ഒരു കുഴപ്പമില്ല. ആമേൻ. ആർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഒരു സഹോദരി, ശിഷ്യന്മാരുണ്ട് നന്നായിട്ട് വചനമുള്ള, എല്ലാരും ഒളിച്ചിരിക്കുക. നമുക്കറിയാം എനിക്ക് എല്ലാരെ പോലെ മാറി നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എല്ലാവരെ പോലെ മാറി നിൽക്കാൻ പറ്റത്തില്ല. ആരിന്ന് രാവിലെ തീരുമാനം എടുക്കും? എനിക്ക് എല്ലാവരെ പോലെ മാറി നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടേ പറ്റുള്ളൂ. അവൾ യേശുവിനെ കാണാൻ വരാൻ നേരത്ത് പുറകിൽ ഒരു ശബ്ദം, ആര് ഈ കല്ല് നമുക്ക് വേണ്ടി? ഈ ചോദ്യത്തിന് ഒരു പ്രാധാന്യതയില്ല കേട്ടോ. അർഹിക്കുന്ന പുച്ഛം കൊടുത്ത് ഞാൻ അതിനെ തള്ളിക്കളയാം. ആര് നമുക്കുണ്ട് ഒരാള്? അവൻ മരിച്ചെന്നാണ് നിന്റെ ധാരണയെങ്കിൽ ഇല്ല, അവൻ മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ശിഷ്യന്മാരില്ല, അതാണ് ഇവരുടെ പ്രശ്നം. യോഹന്നാനും ഇല്ല, പത്രോസും ഇല്ല, ആരും ഇല്ല ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റാൻ. എന്റെ ചിന്ത ഇതിന് ഇച്ചിരി ആഴത്തിലുള്ളതാ, ഞാൻ പറയാം. ഇവര് വീട്ടിൽ ഇരുന്നപ്പോ ഈ ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ സത്യത്തിൽ ആ കല്ലറയുടെ വാതിൽ കല്ലുപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. പക്ഷെ ഇവര് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, 3-ാം ദിവസമാണ്. കാലഘട്ടങ്ങൾക്കകത്തൊരു പ്രവചനമുണ്ട്. 3-ാം ദിവസമാണെങ്കിൽ കല്ലറക്കകത്ത് ആള് മരിച്ചിരിക്കത്തും ഇല്ല. കല്ലിന്റെ മുമ്പിൽ ഇമ്പീരിയൻ മുദ്രയുള്ള കല്ലറയുടെ വാതിലും ഉണ്ടാകത്തില്ല, അത് തുറന്നിരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞു നിർത്തുകയാണ്. ആ വാക്ക് കേട്ട് മറിയ ഒറ്റയ്ക്ക് അവശേഷിപ്പിച്ചു. ഒരുക്കിയ സുഗന്ധവർഗങ്ങൾ ഓരോന്നും മറിയയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവരും മടങ്ങിപ്പോയി. ഈ സഹോദരി പറയാം, ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോയി കാണും. അവൾ യേശുവിന്റെ കല്ലറ ലക്ഷ്യമാക്കി ഓടി. ചെന്നുമ്പോൾ കണ്ടത് ഇത്ര നേരം ഇവരെ തടസ്സപ്പെടുത്തിയ കല്ലറയുടെ വാതിൽ അവിടെ ഇല്ല. ഇന്ന് നിങ്ങൾ പോയി നോക്കിയാലും എടുത്തു മാറ്റിയ കല്ലറയുടെ വാതിൽ ആർക്കും ഇന്നുവരെ വെക്കാൻ പറ്റിയിട്ടില്ല. കരുത്തുള്ള, തികവുള്ള മതവും സാമ്രാജ്യത്വം ഒരുപോലെ നിന്നു. യേശു അകത്തുണ്ട്, അവൻ പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് പുതിയൊരു വാതിലെങ്കിലും ഫിറ്റ് ചെയ്യാമായിരുന്നു. ഇല്ല, ഇതൊരു തുറന്ന വാതിൽ, ഇതൊരു തുറന്ന വാതിലാണ്. ഹല്ലേലൂയ. അവൻ അടച്ചാൽ ആർക്കും അതിനെ തുറക്കാൻ പറ്റത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. റോമൻ സാമ്രാജ്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വിരോധമായ ഒരായുധവും വലിക്കയില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വാർത്ത യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാക്ക് യോഹന്നാനെയും പത്രോസിനെയും കേൾക്കുമ്പോൾ അവർ ഓടി കല്ലറയ്ക്കകത്തേക്ക് വന്നു. യേശുവിനെ കാണാഞ്ഞതുകൊണ്ട് ഇതിനകത്ത് ഒരു ദൂതുണ്ട്. ആദ്യം വന്നതും രണ്ടാമത് വന്നതും എനിക്ക് പറയാനുണ്ട്, എങ്കിലും ഞാനത് സൈലന്റ് ആയിട്ട് വിട്ടുകളയട്ടെ. ഇവർ മടങ്ങിപ്പോന്നിട്ടും യേശുവിനെ കാണാത്തത് കൊണ്ട് ആ സഹോദരി മടങ്ങിപ്പോയില്ല. അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ആദ്യത്തെ പരിപാടി എൻ്റെ ഈ ശരീരത്തെ പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ ശരീരം നീ ഇന്നലെ പ്രതീക്ഷിച്ച ശരീരമല്ല, ഇത് യാഗവസ്തുവാണ്. യാഗ വസ്തുവായ ഞാൻ എന്നെ പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ കാഴ്ച വെക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ധൃതിയിൽ നിൽക്കുമ്പോൾ ഈ പ്രതീക്ഷിച്ചു വരുന്നവൾക്ക് ഒരു ദർശനം. ആമേൻ. ഹല്ലേലൂയ. അവഗണിക്കാതെ, സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട്, പ്രതിസന്ധിയുടെ വാക്കിന് അപ്പുറേ നിന്നുകൊണ്ട് ആ സ്ത്രീ യേശുവിനെ കാണാൻ തുടങ്ങിയപ്പോൾ പിതാവിന്റെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തേണ്ട ക്രിസ്തു ഹല്ലേലൂയ യാഗമായ ശരീരത്തോടുകൂടി ആ മറിയുടെ മുമ്പിൽ മറിയോട് പറയുന്നു, മറിയെ നീ എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയിട്ടില്ല. ഇന്ന് പകല് നിനക്ക് ഒരു അവകാശം നൽകുക. നീയും ഞാൻ പിതാവേ എന്ന് വിളിക്കുന്ന ആ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ അവകാശം നിനക്ക് ലഭിച്ചിരിക്കുക.
അതെ, യേശുവിനെ അവൾ കാണാൻ ആഗ്രഹിച്ചത് മരിച്ച ശരീരത്തിലാണെങ്കിൽ, ഇന്ന് പകല് പറയുന്നു, യേശുവിന്റെ മരണം ഒരു വാതിലാണ്, ജീവനിലേക്കുള്ള വാതിലാണ്. എന്റെ വാക്കുകളെ നിർത്തുകയാണ്. മരണം അവസാനമെന്ന് ലോകം വിധി എഴുതുന്നുണ്ടെങ്കിൽ മരണം അവസാനമല്ല. നമുക്കുള്ള ഏറ്റവും വലിയ അവകാശം ഉയർത്തെഴുന്നേൽപ്പ്. He is the resurrection. അവനാണ് ഉയർത്തെഴുന്നേൽപ്പ്. അടച്ച ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ആത്മാവിൽ ഒരു നിമിഷം ധ്യാനിച്ചാട്ടെ. മരണം കൊണ്ട് തീരുന്ന ഒരനുഭവം അല്ല. ഒരു വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, ഈ ലോകത്തിൽ മാത്രമെങ്കിൽ യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരോട് ഞാൻ ഇന്ന് പകല് പറയുന്നു, ഈ ലോകത്തിൽ മാത്രം നിന്റെ ജഡത്തിന്റെ, ദേഹിയുടെ, ഭൗതികത്തിന്റെ, സമ്പത്തിന്റെ ആവശ്യത്തിന് മാത്രമാണ് യേശുവിനെ നീ പിൻപറ്റുന്നെങ്കിൽ, നിന്നെ നോക്കി എനിക്ക് അരിഷ്ടരെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ വിളിക്കുന്ന പേരല്ല, ബൈബിൾ വിളിക്കുന്ന പേരാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് പണിയണേ, എന്നെ ഒന്ന് സഹായിക്കണേ. കമോൺ, 1-2 നിമിഷം എല്ലാവരും പരിശുദ്ധാത്മാവേ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിസ്സഹായായി മറിയ നിന്നതുപോലെ യേശു അങ്ങ് മരിച്ചിരിക്കുകയാണ്, അങ്ങ് മരണത്തിലാണ്. എനിക്കറിയാം, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് പകല് നമുക്ക് ഹല്ലേലൂയ ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് സഹായിക്കണേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് സഹായിക്കണേ. ഈ വസ്തുതകളെ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഈ ആത്മഭാരം എൻ്റെ അകത്ത് നൽകി തരണം. ഈ ജീവന്റെ കൂട്ടായ്മ, ഈ മരണം എനിക്ക് വാതിലാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചാടെ ഒരു ശുശ്രൂഷ നിങ്ങൾ കൊണ്ട് കേട്ടോ. മറിയോട് പറയുന്നു, മറിയേ, ഞാനാണ് നിന്റെ ലൈഫിന് ഒരു റീസ്റ്റാർട്ടിങ് നൽകിയത്. പലരും ഉപേക്ഷിച്ച നിന്നെ ഞാനാണ് തെരഞ്ഞെടുത്ത് എൻ്റെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നത്. കുറച്ച് സുഗന്ധവർഗങ്ങൾ ഒരുക്കി തീർക്കുവല്ല നിന്റെ ശുശ്രൂഷ. മറിയ, നിന്റെ ശുശ്രൂഷ യഥാർത്ഥമായി തുടരുക. നിനക്കൊരു വിളംബരം പുറത്തേക്ക് കൊടുക്കാനുണ്ട്. ആദ്യം കണ്ട പടയാളികൾ അവൻ ഉയർത്തെഴുന്നേറ്റിരുന്ന് മതവും ഒരു സാമ്രാജ്യവും ഒരുമിച്ച് പോസ്റ്റർ അടിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നിനക്കൊരു ദൂതുണ്ട് പറയാൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകും, പക്ഷെ നിനക്കൊരു ദൂത് പുറത്തോട്ട് പറയാനുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒട്ടും സംശയിക്കാതെ അവൾ ഓടിച്ചെന്ന് അവരോട് പറയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പറഞ്ഞേ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യെസ്, ഹി ഈസ് എ റിസറക്ഷൻ. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതല്ല നമ്മുടെ വിശ്വാസം, അവനാണ് ഉയർത്തെഴുന്നേൽപ്പ്. അവനാണ് യഥാർത്ഥ വാതിൽ. ഞാൻ വാതിലാണെന്ന് പഠിക്കുമ്പോൾ ഒരു വാക്കൂടെ ചേർത്താണ്, ഒരു പ്രഖ്യാപനം കൂടെ ചേർത്ത പറയുന്നത്, നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ലിടയനാണ്, നിങ്ങളുടെ വാതിലായി നല്ലിടയൻ. യേശുവേ, ഒരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കാമോ? തിരിഞ്ഞു പോകാൻ, മറുതലിച്ചു പോകാൻ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടായോ? പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുക ദൈവരാജ്യത്തിനായി. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽ എന്നെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്? എന്നെ ദൈവരാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാതെ അതെന്തെന്ന് മനസ്സിലാകത്തില്ല. നീ ആത്മാവിൽ കയറി വരാതെ നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി തുറന്നു വരത്തില്ല. കെട്ടിയിട്ട ഒരു വള്ളം പോലെ ചില വർഷങ്ങളായി ഒരു മൂവില്ലാതെ കിടക്കുന്ന മേഖലകളെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കട്ടെ. ആഗ്രഹിക്കുക. നല്ല പിതാവേ, ഞങ്ങൾ ഈ വചനത്തിനായി സ്തോത്രം. കേൾപ്പിച്ച ദൂതുകൾക്കായി, ഞങ്ങളോട് ദൈവം സംസാരിച്ച വാക്കുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. പക്ഷേ ദൈവമാണ് ഞങ്ങളെ നിർത്തിയത്. അങ്ങാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, അങ്ങാണ് ഞങ്ങളെ നിർത്തിയത്.
കർത്താവേ, ഞങ്ങളുടെ ചിന്താഗതി പോലെ അങ്ങയുടെ പദ്ധതി മാറുന്നില്ലല്ലോ. അങ്ങയുടെ ഉത്തരവാദിത്തം ഞങ്ങളെ വിട്ട് മാറുന്നില്ല. നിവർത്തിക്കപ്പെടേണ്ടതിനായി